ഗൈസ് 50ാമത്തെ എപ്പിസോഡ് ഞങ്ങൾ സന്തോഷത്തോടൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെ നാട്ടിലെന്താ നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും തന്നെ കുറേ റീലൊന്നും ഇട്ടില്ല. നമ്മളെന്താ ഇടുക, കുറേ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നതും അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാവും. പിന്നെ നമ്മളെ കൂടെ എന്നുള്ളത് സിബിനാണ്. ഫാരിസും പിന്നെ തക്കു എല്ലാം നാട്ടിലാണ്. ഫാരിസിന്റെ മാരേജ് ആണ്. തക്കു ഒരു വെക്കേഷന് പോയതാണ്. 3 വർഷം നാട്ടിൽ പോയിട്ട്. അതെ, നാട്ടിൽ പോണേ. അപ്പോൾ സിബിൻ നമ്മളെ ഫ്രണ്ടാണ്. സിബിന് DJ ചെയ്യും, ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ സിബിൻ വേറെ എന്തൊക്കെയുണ്ട്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സിബിൻ ഈ സ്ട്രീറ്റ് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യും. സിബിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ, അതായത് ഫോറിനേഴ്സിനെ വേറെ കാര്യം കൂടി കൂടുതൽ പോളണ്ടില് മലയാളീസ് ആയിട്ടുള്ള ഒരാളും സിബിനെ അറിയാത്തുണ്ടാവില്ല. അതെ, അത് ശരിയാണ്. കുപ്രസിദ്ധിയാണ്. അത് ശരിയാണ്. സിബിന്റെ ഒരുപാട് റീലൊക്കെ കേരളം മുഴുവൻ ഇളക്കിയ റീലൊക്കെ ഉണ്ട്. അത് നമ്മൾ തോന്നുന്ന കാര്യം നമ്മളപ്പോൾ അങ്ങ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ കൂട്ടുകാരെ വിളിക്കും. ഓക്കെ. ഇപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് അത് ഏറ്റവും ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഒരു 30K വ്യൂസ്, 28K വ്യൂസ്. അത് കിട്ടിയേക്കുന്ന ഒരു നൈറ്റി ഇട്ടിട്ട് ഞാൻ കണ്ടിരുന്നു സ്ട്രീറ്റിൽ കളിച്ച ആ വീഡിയോ ആണ്. അത് ഇപ്പം നമ്മുടെ നോർമലായിട്ടൊരു കൂട്ടുകാരനെ വിളിച്ചോണ്ട് ആ വീഡിയോ എടുക്കാൻ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഇതെന്താ കാണിക്കുന്നത്, അവർക്കൊരു ഇതാണ് എടുക്കുന്ന പുള്ളി ഇപ്പോൾ ഒരു 100 മീറ്റർ ദൂരെ നിന്നിട്ടായിരിക്കും അത്രയും സൂം ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. വീഡിയോ ഇതിന്റെ കൂടെ അടയട്ടെ, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ അത് കണ്ടിട്ട് ഇതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യുക. ഓക്കെ. ഞാൻ ആ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കിതിൻ്റെ അറിയില്ല കേട്ടോ. അന്ന് കുറച്ച് വർഷം മുമ്പല്ലേ, ഇതെന്താ സംഭവം, ഈ പുള്ളിക്കാരൻ ഇതൊക്കെ നമ്മൾ കേരളത്തിൽ കാണുമെന്നാണ്. അതായത് മാക്സി ഇട്ടിട്ട് പുള്ളിക്കാരൻ നടക്കുന്നത് പെട്രോൾ പമ്പിലൊക്കെ പോയി. പക്ഷെ ഞാൻ ഒരു കാര്യം അന്ന് സമ്മതിച്ചു, ഇവന് തൊലിക്കട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ലൈക്ക് അതിന് വേറൊരു സംഭവം തന്നെ വേണം. ഞാൻ നോക്കിക്കണ്ട എങ്ങനെ കോൺഫിഡൻസ്, എനിക്ക് അതുവരെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് ഇല്ലേ. അപ്പോ ലൈക്ക് എന്തോ അച്ചീവബിൾ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് നിന്നിൽ കണ്ട പോലെ എനിക്ക് തോന്നി. ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. നമ്മളെ തന്നെ ഒരു പുഷ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. ഇത് ഞാനിങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തൊക്കെയോ ഉള്ളിൽ ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2021 തോന്നുന്നു വെക്കേഷൻ, അത് 2022 വെക്കേഷൻ നാട്ടിൽ പോയപ്പം ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു വാങ്ങിച്ചതാണ്, മമ്മി ഒരു നൈറ്റ് വേണം. ആർക്കാണ്? ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറെ കാലമായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. എന്തേലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. ഇതിനു മുമ്പ് 2019 ഒരു ഞാൻ സ്ട്രീറ്റിൽ ഗിത്താറ് വെച്ചിട്ട് ചുമ്മാ പാടി ഫ്രണ്ടിൽ തുണിയൊക്കെ വിരിച്ചിട്ട് ശരിക്കും ഗിത്താർ പ്ലേ ചെയ്യുന്നു. ഗിത്താർ ഞാൻ അന്ന് പഠിച്ചു തുടങ്ങുന്ന സമയം എൻ്റെ ഗിത്താറുണ്ട്, പക്ഷെ പ്രൊഫഷണൽ അല്ല. ഇവിടെ പോളണ്ട് എല്ലാവരും മറ്റേ തുമ്പിപ്പെണ്ണെ ആ ഒരു പാട്ട് ഇവിടെ പോളണ്ടിലല്ലേ ചെയ്തേ? പോളണ്ടിൽ ഇവിടെ ചെയ്തു. ഓക്കെ. അത് അന്ന് ചെയ്യുമ്പോൾ അതും വീഡിയോ എടുക്കാൻ വന്ന കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങാനും തുണി വിരിച്ചിട്ടിട്ട് പാടിയാൽ ഞപ്പം നിർത്തി റെക്കോർഡ് ചെയ്തില്ല. അതൊക്കെ മടിയാണ്. എന്നിട്ട് അന്ന് എത്ര നേരം പ്ലേ ചെയ്തു ഗിത്താർ? ഞാനൊരു 10-20 മിനിറ്റ് പ്ലേ ചെയ്തു. പൈസ ഇട്ടോ? എന്റെ അപശ്രുതി പൈസ ഇട്ടില്ല, പക്ഷെ കുറെ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപശ്രുതിയാണ് മറ്റേ ലൈലാകമേ പാട്ടൊക്കെ പാടുമ്പോഴത്തേനും പിച്ചിലോട്ട് പോകുമ്പോഴത്തേനും വെള്ളി, പക്ഷെ ഞാൻ പാടുകയാണ്. അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ സ്ട്രീറ്റിൽ ചെയ്ത വീഡിയോ. ഓക്കെ. പിന്നെ ഈ നൈറ്റ് ഇട്ടത് അത് നല്ല വ്യൂസ് കയറി. ഞാൻ സിബിനെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പോളണ്ടിൽ വന്നാൽ നമുക്കൊരു കോൺഫിഡൻസിന് പല കമ്മിയുള്ളൊരു സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ പോലെയല്ല, നമുക്കറിയില്ല ഇവർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടും, വേറൊരു കൾച്ചർ, വേറെ ആൾക്കാർ. അപ്പോൾ സിബിൻ ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. സിബിൻ ചെല്ലുന്നു, ഇതൊക്കെ ചെയ്യുന്നു, ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് സിബിൻ എങ്ങനെ സെറ്റാക്കിയ? ഇത് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമായിരുന്നു. നാട്ടിൽ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുവാണെങ്കിൽ മിമിക്രി ചെയ്യും. ഞാൻ മിമിക്രി ചെയ്യും. അപ്പം ഈ സ്റ്റേജ് ഫിയർ ആദ്യകാലം തുടക്കകാലത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായ വിറച്ചിലോടൊക്കെയാണ് സ്റ്റേജിൽ കയറുന്നത്. ഇപ്പം ജനാർദ്ദനൊക്കെ പറയുകയാണെങ്കിലും കൈ കിടുകിടുകിടാന്ന് വിറയ്ക്കും. ഒന്ന് ജനാർദ്ദന്റെ ശബ്ദത്തിൽ സംസാരിച്ചേ. മാസ് കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചോ. ഇതെന്റെ മെയിൻ ആയിട്ടാണ്. എപ്പോഴും പ്രാവശ്യം കാണിക്കുന്നത് ഇത് തന്നെ. ജനാർദ്ദനെ കാണിക്കുമ്പോൾ
പിന്നെ അപ്പൊ പറഞ്ഞു വന്ന കാര്യം അങ്ങനെ സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിൽ നമ്മൾ ആദ്യമൊക്കെ തുടക്കകാലത്ത് സംസാരിക്കുമ്പം ഭയങ്കര പേടിയാണ്, അങ്ങനെ ഇത്രയും പേര്. പിന്നെ ഒരു പോയിന്റിലോട്ട് മാത്രം നോക്കാൻ തുടങ്ങി. ഓക്കെ. കുറച്ചും കൂടെ കഴിഞ്ഞപ്പം ഈ നമ്മൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന ആള് മോളെ ഇപ്പൊ ശീലാമ്മ, മോളെ ശീലേ, അത് പറയുമ്പോഴത്തേനും ഒരു സെർട്ടൈൻ പോയിന്റ് എത്തിയപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചാ അവൻ ഗാലറി ഇരുന്ന് കൈയടിക്കുകയാണ്. അപ്പം ഞാൻ പറയും ശീലാമ്മയെ അത്രയധികം ഇഷ്ടമുള്ള ആ ചെറുപ്പക്കാരനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം എന്ന് പറഞ്ഞാൽ അണഞ്ഞു. ശരിയാണ്. അതെ, നമ്മള് ഇവിടെ വന്ന് ഇതിന്റെ പുറകിൽ ഞാൻ ഇത് പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, സിബിൻ അങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ ആൾക്കാരെ? വിളിച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടുകാർ ഒത്തിരി പേര് വരുമല്ലോ. ഓക്കെ. ഞാൻ അധികം ഒത്തിരി പേരുടെ സംസാരിക്കും, ഇടപെടും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കൂട്ടുകാർ ഒത്തിരി വരും, വളരെ ക്ലോസ് ആയിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നവരുമാണ്. അപ്പം വളരെ നമ്മളിപ്പോൾ തമ്മിൽ ഊക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അളി എന്തുകൂടെ കാണിക്കുന്നത്, ആ മൂന്നാമത്തെ വരിയിലിരിക്കുന്ന നാലാമത്തെ ചെറുപ്പക്കാരനെ നമുക്ക് നിറഞ്ഞ കൈകളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോഴത്തേനും എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അടുത്തത് ആ പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നവർക്ക് എക്സൈറ്റ്മെന്റ് വരും. അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ മാറും. അങ്ങനെ വിളിച്ച് നമ്മൾ സംസാരിച്ച് പിന്നെ കൈയും കാലുമൊക്കെ ഫ്രീ ആവാൻ തുടങ്ങി, റിലാക്സ്ഡ് ആവാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈസിയാണ്. ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഇവിടെ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങ് ഒഴുകും. അതായത് ഈ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഫിയർ മാറിക്കിട്ടിയാൽ പിന്നെ സിബിനായിട്ട് പോവാൻ പറ്റുന്ന പറയുന്നത്. അതെ 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 അതെ, അതെല്ലാ വ്യക്തികളിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നോ? ബാരിയർ കടന്നു മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. എന്റെ കേസിൽ അങ്ങനെയുണ്ടല്ലോ. ഞാൻ പറയാം, ഫസ്റ്റ് ആ ഒരു 10 സെക്കൻഡ്സിൽ ഒരു സ്റ്റേജിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 സെക്കൻഡ്സിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫിയർ എനിക്കുള്ളൂ. പിന്നെ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇത് ഞാനത് അതായത് ഒരു 8-6 ക്ലാസ് മുതലേക്ക് ഞാനിങ്ങനെ പരിശീലിച്ച് തുടങ്ങിയതാണ്. ഈ ഒരു സ്റ്റേജ് ഫിയർ മാറ്റുക, ആൾക്കാരോട് സ്റ്റേജിലൊക്കെ കയറി സംസാരിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ സാറുമാരെ ഇമിറ്റേറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഇമിറ്റേഷനൊക്കെ ആ ഒരു സമയത്ത് ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു എൻകറേജ്മെന്റ്, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ നമ്മളെ മുമ്പിലോട്ട് പിടിച്ച് നിർത്തി, ടീച്ചറില്ലാത്ത സമയത്ത് ഫ്രണ്ടിലോട്ട് നിർത്തി, ആകെ 2 ഐറ്റം വല്ല ചെയ്യത്തുള്ളായിരിക്കും. അന്നത്തെ കാലത്തൊക്കെ നസീറൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ പഴയ 90s കിഡ്. ആ ഒരു സമയത്ത് കോട്ടയം നസീറൊക്കെ ആയിരുന്നു നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. വൈകിട്ട് നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഇരിക്കുമ്പോഴത്തേനും മറ്റേ ചോറും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ലോക്കൽ ന്യൂസ് ചാനലുണ്ടല്ലോ, അതിനകത്ത് പഴയ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം നസീർ എന്നൊക്കെ പറയുന്നത് ഗുരുതുല്യനാണ്. കോട്ടയം നസീറൊക്കെ ഏത് ശബ്ദം വേണമെങ്കിൽ ചെയ്യും. അന്നത്തെ കാലത്ത് കോട്ടയം നസീർ ആണ് മെയിൻ മാസ്റ്റർ എന്ന് പറയുന്നത്. മിമിക്രി, സിനിമ, ഇതൊക്കെ അതായിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പം വൈകിട്ട് വന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കൽ ചാനലിനകത്ത് ഇങ്ങനെ പണ്ടത്തെ ഈ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കാണുക. അങ്ങനെ കണ്ടുകൊണ്ട് പിന്നെ ഈ മിമിക്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വ്രതം ഉണ്ടായിരുന്നു. വ്രതം എന്ന് പറയുന്നത് ഞാനെടുത്ത വ്രതമാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. മറ്റേ സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം ഒക്കെ വരുമ്പോഴത്തേനും സബ് ജില്ല ജയിക്കും. സബ് ജില്ല കാരണം നമുക്കറിയാം വേണ്ടിയുള്ള നോമ്പെടുക്കുന്നതാണോ, ജയിക്കാനും പിന്നെ ആ ഒരു കലയോടുള്ളൊരു ബഹുമാനം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഞങ്ങളുടെ കുളിമുറി ഞാൻ ആദ്യത്തെ ശബ്ദം ചെയ്യുന്നതെന്ന് വെച്ചാൽ നസീറിൻ്റെയാണ്. നസീറിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ ബേസ് കൂടിയിട്ടാണ്. അപ്പം എൻ്റെ കുളിമുറി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുളിമുറി കല്ല് വെച്ചുണ്ടാക്കിയ കുളിമുറി, മറ്റേ ചെറിയ ഇത്. അപ്പം ഇതിനകത്ത് ചെറിയ എക്കോ അടിക്കും. അപ്പം അങ്ങനെയാണ് ഞാനത് നസീറൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം ഈ ഉപജില്ലാ കലോത്സവം, സ്കൂൾ കലോത്സവം ഒക്കെ വരുമ്പോഴത്തേനും ഫസ്റ്റ് അപ്പോൾ പഠിച്ചത് നസീറാണോ? ഫസ്റ്റ് നസീർ പഠിച്ചു, നസീറാണ് പഠിച്ചത്. ഇപ്പൊ നസീർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. കുറെ പേർക്ക് അറിയില്ല, അറിയുന്നവരുണ്ടാവും, പക്ഷെ അറിയുന്നുണ്ടാവും, പക്ഷെ അത്ര നമുക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും കാര്യം. മണ്ടിപ്പണ്ണ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് അതത്ര ഹിറ്റ് ആവണമെന്നില്ല. സോ ഈ ഉപജില്ലാ കലോത്സവം വരുമ്പോഴത്തേനും പച്ചക്കറി മാത്രമേ കഴിക്കൂ, പിന്നെ ചീത്ത വാക്കുകൾ വിചാരിക്കില്ല, പറയില്ല, ചീത്ത ചിന്തകൾ ഉണ്ടാവില്ല. ഇതൊക്കെ എത്ര കാലത്തിന്? ഞാനൊരു 2 വർഷം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് ഇപ്പൊ നീ പറഞ്ഞു ഇങ്ങനെ വ്രതം എടുക്കുന്നത്, പക്ഷെ ഇത് നിനക്ക് ഇങ്ങനെ ചെയ്യുന്ന പോലെ നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ വ്രതം എടുത്ത് ഇങ്ങനെ ചെയ്യണോ, എനിക്ക് ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് നിനക്ക് തരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഓരോ കലയ്ക്കകത്തും കൊണ്ട് നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ,
അതിൽ അത് കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം, അങ്ങനെ ഓരോ തോട്ടാണല്ലോ, ഓരോ ബിലീഫുകളാണല്ലോ ഓരോരുത്തരുടെ. സോ ആ കാലത്ത് ഞാനത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ലക്ഷ്യത്തിന്റെ ദിവസത്തേക്ക് എത്തും വരെ ഞാനൊരു പ്യുവർ മൈൻഡ്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്താൽ മൈൻഡിനൊക്കെ ബാധിക്കും. അതെ 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 അതെ. നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്താലോ, ഇത് കാരണം ഇനി എനിക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലോ, ആ ഒരു തോട്ട്. അതെ അതെ, ആ ഒരു ചിന്തയിലായിരുന്നു. അതൊക്കെ 6ലും 8ലും ഒക്കെ പഠിക്കുമ്പോഴായിരുന്നേ. അല്ല, അപ്പൊ വീട്ടുകാർ ഇതിനെങ്ങനെ? ഇല്ല, മമ്മിയൊക്കെ എല്ലാ മാസവും സ്കൂളിൽ വരുമായിരുന്നു. നമ്മൾ ഇപ്പൊ ഈ ഇത്രയും വിരളി പിടിച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ടീച്ചർമാർക്കൊക്കെ പരാതി അങ്ങനെ. അപ്പം ഇതൊക്കെ ഈ കോപ്രായങ്ങൾ എന്നുള്ള രീതിയിൽ മമ്മി അത് പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ വലിയ, അപ്പൊ വീട്ടിലങ്ങനെ അപ്പനില്ല. അപ്പം സ്റ്റേജിൽ വീട് എവിടെയെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ശാസ്താംകോട്ട തേവലക്കര എന്നൊക്കെ പറയുന്ന സ്ഥലം. അങ്ങനെ അപ്പോൾ മമ്മിയൊക്കെ ഇതൊക്കെ കോപ്രായങ്ങളെന്നേ പറയത്തുള്ളൂ. കാരണം ഇതും മറ്റേ സ്കൂളുകളിൽ കാണിക്കുന്ന കുരുത്തക്കേടിൻ്റെ ഒരു കോപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പെടും. അപ്പം അങ്ങനെ മമ്മി ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ. പിന്നെ ഇതിനകത്ത് വലിയ ഇതും കൊടുത്തിട്ടില്ല, കാരണം ഞങ്ങളുടെ വീട്ടിലങ്ങനെ കലാപരമായിട്ട് അങ്ങനെ ആരും ഇല്ല. സ്റ്റേജിലൊക്കെ ഞാൻ പിന്നെ ഫാഷൻ ഷോ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ ഒരു പരിപാടിയുണ്ട്. അതിനും പെൺവേഷം കിട്ടുന്ന ഞാനായിരുന്നു. പെൺവേഷം കിട്ടുന്ന സാരി എടുത്തിട്ട് ബൈബിളിലെ ഏതെങ്കിലും അങ്ങനെ അല്ല, അമ്മ ബാർബികൾ മറ്റേ ആ പാട്ടിട്ടിട്ട് കുട്ടികൾ സാരി എടുത്ത് ലിപ്സ്റ്റിക് തേച്ച് എന്നെ ഒരുക്കുന്ന ഒരു ആന്റി ഉണ്ട്, മോളം ആന്റി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി എല്ലാ വർഷവും VBSന് കുഞ്ഞായിരിക്കുമ്പോഴാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞല്ല, അറിവൊക്കെ വെച്ച് തുടങ്ങിയ സമയത്ത് നമ്മളെ ഒരുക്കിയിട്ട് റാംബാക്കിന് പള്ളിയിൽ ഇങ്ങനെ വിടും. അന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല, ഓക്കെ ചെയ്യാമെന്നുള്ള. മേ ബി അതൊക്കെ ഒരു ഗട്ട്സ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ചിലപ്പം, അല്ലെങ്കിൽ ആൾക്കാരുടെ തുറിച്ചുനോട്ടങ്ങൾ, അത് നേരിടാനുള്ള ഒരു മനക്കട്ടി ഒക്കെ ഓരോ ഹോർമോണൽ ഇതുണ്ടല്ലോ, എന്താ ഡോപ്പാമൈറ്റ് ഒരു ഇതുണ്ടല്ലോ. മേ ബി അതായിരിക്കാം ആ ഒരു ഇതിനൊക്കെ ബേസ് വെച്ചത്. അതെ. പക്ഷെ അത് അന്ന് തുടങ്ങി. പക്ഷേ സിബിനിൽ കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നാട്ടിൽ, പല കോളേജിൽ പല പുലികളായിട്ടും പല ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത ആൾക്കാരാകുമ്പോഴും. പക്ഷെ അവർ വിദേശത്ത് വന്നാൽ, അല്ലെങ്കിൽ അത് ഇനി മിഡിൽ ഈസ്റ്റ് ആവട്ടെ യൂറോപ്പ് ആവട്ടെ, ഇവിടെ വന്നാൽ പിന്നെ അവർ സൈലൻ്റ് ആവുന്നു, ഇൻട്രോവേർട്ടായി മാറുന്നു. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്സിൽ ആക്റ്റീവായ ആൾക്കാർ ഇവിടെ വരുമ്പോൾ പിന്നെ ഒരു ഇൻട്രോവേർട്ട് ചിന്താഗതിയായി മാറുന്നു. ഇവിടെ വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വിട്ടിട്ട് ഒരു 9 to 5 ആ ഒരു ഇതിലേക്ക് പോവുക, പിന്നെ യാന്ത്രികമായിട്ട് ജീവിക്കുക, പിന്നെ അത് വേറെ ഡിപ്രഷനിലോട്ടും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലോട്ടും ഒക്കെ നയിക്കുക. അതൊക്കെ സ്വാഭാവികമാണ്, ഞാനും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവരെ മെമ്മറീസ് നല്ലത് എന്ന് പറയാൻ ഈ കോളേജിലുണ്ടായ ലൈഫും നാട്ടിലുണ്ടായ ലൈഫും മാത്രം. അവർ ഈ ഒരു ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും മെന്റലി. പറിച്ചു നടല്. അതെ. അല്ല, അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ നാട് ഇഷ്ടമുണ്ടാവുക. കാരണം ഇവിടെ വന്നോണ്ടാണല്ലോ നമ്മളാ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാത്തതും. നമ്മുടെ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ നമുക്ക് ഈ നാട് തന്നെ മടുക്കും. അതാണ് പല ആൾക്കാരും അങ്ങനത്തെ പിന്നെ തിരിച്ചുപോക്ക് സാധ്യമല്ല. ലൈക്ക് ടൈം കഴിഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഓണൊന്നും കിട്ടില്ല. അപ്പോഴാണ് അവർക്ക് സ്റ്റോറീസ് പറയാം. ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ 25-ന് ശേഷം നല്ല മെമ്മറീസൊന്നും കോളേജ് ലൈഫിന് ഉണ്ടാകുന്ന അങ്ങനത്തെ ആ ഒരു തരത്തിലുള്ള വൈബിൾ, ആ ഒരു എനർജിയുള്ള മെമ്മറീസ് ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടും പ്രശ്നങ്ങൾ വന്നിട്ടും അതൊരു നാച്ചുറൽ ഫ്ലോ അല്ലേ, നമ്മളെ കൾച്ചർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. വേറെ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവുക. അതാണ് സിബിന്റെ കേസിൽ. ഇപ്പോൾ സിബി ഇവിടെ വന്നപ്പോഴും നാട്ടിലുള്ള പോലെ തന്നെ ഇപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ മിമിക്രി ആണെങ്കിലും ഇതുപോലെ ഈ ഇതൊക്കെ ഇപ്പോൾ MC ആയിട്ട് ഇപ്പോൾ നമ്മളെല്ലാ പരിപാടിക്കും ഏത് പരിപാടിയും കേരളം മലയാളത്തിൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ മെയിൻ എന്താ മൈക്ക് ഹാൻഡിൽ ചെയ്യുന്നത് സിബിനാണ്. അപ്പോൾ അവന് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സിബി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സിബിന് ഇന്നതെല്ലാം പറയണ്ട മറ്റേ ബാക്കിയായിട്ട് ഈ കാര്യത്തിൻ്റെ ഈ സ്റ്റേജ് ഫിയറിൻ്റെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സ്റ്റേജ് ഫിയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റേജ് ഫിയർ നന്നായിട്ടുള്ള ഒരാൾക്ക് അതും മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് ഏജിലുള്ള ഒരാളാവട്ടെ, അതിന് സിബി എന്താ പറയുക അവരുടെ അടുത്ത് ഒരു അഡ്വൈസ് ആയിട്ട്? നിങ്ങൾ സ്റ്റേജ് ഫിയർ എന്ന് പറയുമ്പോൾ
ഫസ്റ്റ് മനസ്സിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായും സ്പഷ്ടമായും പറയുക. എന്തിനു വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ ഓക്കെ ഇന്ന വാക്കുകൾ ആഡ് ചെയ്തേക്കാം, ഒരു ഗുമ്മിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചേർക്കുമ്പോഴത്തേനും അതിനകത്ത് അത് കേൾക്കുന്നവരാരും പൊട്ടന്മാരല്ല. അപ്പം പിന്നെ അതൊരു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലും കൂടെ ആണ്. ഇതിപ്പോൾ നമ്മളിപ്പം സ്റ്റേജിൽ നിൽക്കുമ്പം ആ 10 പേര് നമ്മുടെ പരിപാടി കാണാൻ നിൽക്കുകയാണെങ്കിൽ 10 പേർക്കും 10 മൈൻഡ് സെറ്റ് ആയിരിക്കും. പിന്നെ അവരെ നോക്കേണ്ട ഒരു രീതിയുണ്ട്, നമ്മുടെ കൈ ചലനങ്ങൾ. ഇതിപ്പം പ്രിയപ്പെട്ടവർ നിങ്ങൾ ഇങ്ങനെയല്ല, പ്രിയപ്പെട്ടവർ നിങ്ങളിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഒഴുക്ക്, പിന്നെ അവരുടേതായിട്ടുള്ള ഒരു ശൈലി, താളം, അതൊക്കെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി, ഒരു സിഗ്നേച്ചർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സിഗ്നേച്ചർ രീതി ഉണ്ടാക്കിയെടുക്കാൻ കൂളായി ശ്രമിക്കുക. നമ്മളാവുക. അതെ, സ്റ്റേജിൽ കയറി നമ്മളൊരു 10 ആളെ 20 ആളെ കാണുമ്പോൾ നമ്മള് ഒരു ടെൻഷൻ, പേടിയാണ്. നമ്മൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നുവോ, ആ പേടി കൊണ്ടാണല്ലോ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവം. അതാണല്ലോ നമ്മൾ പറയുന്നത് തെറ്റിപ്പോയി അവര് നമ്മളെങ്ങനെ വിചാരിക്കും, നമ്മളെങ്ങനെ നോക്കി കാണും, ആ ഒരു പേടിയാണ് ബേസിക്കലി സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളാവുക എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ പല കാര്യത്തിലും നമുക്ക് നമ്മളുടേതായ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റാപ്പ് സോങ്സ് ആയാലും മൂവീസ് ആയാലും ഈ സ്പീക്കിങ്ങിൻ്റെ ശൈലി ആയാലും ചില പൊളിറ്റീഷ്യൻസിനൊക്കെ വേറെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെടുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പാർട്ടി നോക്കാതെ അവരുടെ സംസാരം റാപ്പ് സോങ്സിലാണെങ്കിലും. ഇപ്പോൾ ഡാപ്സിയുടെ ഒരു വേ, പിന്നെ വേടൻ്റെ ഒരു വേ, ഇപ്പം നമ്മൾ ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ സോങ് ഇല്ല, വേൾഡ് വൈഡ് ഹിറ്റാണത്. അടിപൊളിയായിട്ട് അതന്നെ, അത് അടിപൊളിയായിട്ട് അവരൊക്കെ മലയാളീസാണ്. ഞാൻ ചെയ്യുന്ന രീതി, മലയാളീസിൻ്റെ ആ ഒരു പവറാണ് അവിടെ പുള്ളിക്കാരനൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്തത്. അതേപോലെ ഓരോ കാര്യത്തിനും നമ്മളാവുമ്പോഴാണ് ഒരു ക്രിയേറ്റീവ് വേ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് വേറൊരാൾ കോപ്പി അടിക്കാതെ നമ്മളെ വേല് അതിന് നമ്മളൊരു പ്രാക്ടീസ് കാര്യങ്ങൾ നമുക്ക് പഠിച്ച കാര്യത്തിൽ നിന്ന് എന്ത് നമ്മളെ വെറൈറ്റി വാല്യൂ പിടിക്കാൻ പറ്റും, അപ്പോഴൊരു സംഭവം ക്രിയേറ്റീവായി വരും, പുതുതായി വരും, യുണീക്കായി. നമുക്ക് എന്താണ് ഉള്ളിലുള്ളതെന്ന് സ്വയം ചോദിക്കേണ്ടി വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം എന്ത് ചെയ്താലാണ് സന്തോഷമായിരിക്കുക. യെസ്, അതാണ് സത്യം. ഇപ്പം ടിപ്പിക്കൽ മറ്റേ ക്ലീഷേ വാട്ട് ഈസ് മേക്കിംഗ് യു ഹാപ്പിനെസ്, അതല്ല. സ്വന്തമായിട്ട് ഇപ്പം ഞാനിത് ചെയ്യുന്നു. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു. അതായത് ഞാനിപ്പോൾ സ്വയം പഠിച്ചു, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ആയാലും ഇതെല്ലാം ഇത് എൻ്റെ അടുത്ത് ഇപ്പം കൂട്ടുകാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ വലിയ പ്രൊഫഷണലും അല്ല, ഇപ്പോൾ ഡാവിഞ്ചി അതൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ക്യാപ്കട്ടിൻ്റെ ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ അതിൽ കാണുന്ന ഒരു സൗന്ദര്യമുണ്ട്. എൻ്റെ വർക്ക് ആളുകൾ ഈ രീതിയിൽ കണ്ടാൽ അവരെ എനിക്ക് പിടിച്ചിരുത്താൻ പറ്റും. അതിലൂടെ ഞാൻ കാരണം എനിക്ക് കുറച്ച് സന്തോഷം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ബ്രെയിൻ്റെ ഒരു സൈഡിൽ ഞാൻ കാരണം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, അതിപ്പം ചില എൻ്റെ ഈ ഒരു എഡിറ്റിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം അതെന്നെ ഹാപ്പി ആക്കുന്നു. അങ്ങനെ നിങ്ങളെന്താണ് ഹാപ്പി ആക്കുന്നത്, എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ നിങ്ങളുടേത്. ഇപ്പം നാളെ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ട് നാളെ നമ്മൾ, അല്ലെങ്കിൽ നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുമ്പോഴത്തേനും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടേ, റിഗ്രറ്റ് അടിക്കലല്ലോ, അത് ചെയ്തില്ലല്ലോ എന്നുള്ളത്. നമുക്ക് ഈ സിബിൻ ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ സോഫ്റ്റ്വെയർസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരുപാട് ടൂൾസും കാര്യങ്ങളും സോഫ്റ്റ്വെയർസും ഒന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് ടൂൾ അറിയുന്ന ആൾക്കാർക്കും കുറേ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കുറച്ച് സോഫ്റ്റ്വെയർസേ അറിയുന്നുണ്ടാവുള്ളൂ, പക്ഷെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും. അത് വെച്ചിട്ട് എന്താ വെച്ചാൽ അവൻ്റെ മൈൻഡിൽ അവനുണ്ട് എങ്ങനെ അവൻ്റെതായ അത് ക്രിയേറ്റ് അത് ഞാൻ കണ്ടു. ഇപ്പൊ ക്രിയേറ്റീവ്, ഇപ്പൊ ഞാനൊന്നും അത്ര ക്രിയേറ്റീവ് അല്ല. അതായത് എനിക്ക് ഇങ്ങനെ ഇപ്പൊ റീലുണ്ട്, ഇപ്പൊ ഞാൻ പല എൻ്റെ ഫ്രണ്ട്സിന്റെ റീല് കാണുമ്പോഴും നല്ല ഭംഗിയിൽ എഡിറ്റ്, അതായത് വലിയ സംഭവം ഒന്നുമല്ല, പക്ഷെ സിമ്പിൾ എഡിറ്റ് ആണ്. അതായത് സിമ്പിൾ ടെക്സ്റ്റ്, സിമ്പിൾ എഡിറ്റ്. പക്ഷെ അവർ ആ റീല് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ റീൽ അത് മിക്സ് ചെയ്ത് ആ ഒരു എന്താ ഇത് കൊടുത്ത് ആ ഒരു ടെക്സ്റ്റ് ഇടുന്ന രീതി, പ്ലേസ് ചെയ്യുന്ന രീതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെലക്ട് ചെയ്യുന്നത്, അതൊരു ഡയറക്ഷനാണ്. പക്ഷെ ആ കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളവർക്ക് അത് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് അത് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പല ആൾക്കാർക്കും ഞാൻ കൊടുക്കും. ഈ എനിക്ക് ഏറ്റവും ഇഷ്ടം ആർക്ക് കൊടുക്കാൻ അറിയാം, +2
ഡിഗ്രി ഫസ്റ്റ് ഇയർ, അതേപോലെ ഇങ്ങനത്തെ പിള്ളേർ വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും, പൈസ പേയ്മെൻറ്റും കൊടുക്കും, അത്യാവശ്യം നല്ല പേയ്മെൻറ്റ്. എന്താ വെച്ചാൽ അവരെ വേ ഓഫ് തിങ്കിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മളതിലേറെ. അപ്പോൾ അവർ ചെയ്യുന്ന ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാൻ ചിലർ, പക്ഷേ ഞാൻ പറയും നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന് പറയും. അത് നല്ല ഭംഗി. നമ്മളിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ വലിയൊരു ആൾക്ക് കൊടുക്കണക്കാട്ടിലും ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ പയ്യന്മാര് സിമ്പിളായിട്ട് സിമ്പിൾ വേല എഡിറ്റ് ചെയ്ത് പക്ഷെ നല്ല കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളത് ഫുള്ള് കണ്ടുപോകും. ആ രീതിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവരൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ എന്താ VN അത് മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്ന റീൽസ് ഉണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. ഓക്കെ, ഈ സിബി പറഞ്ഞ് നല്ലൊരു പോയിന്റാണ്. നമ്മളെന്താണ് സന്തോഷത്തിലാക്കുന്നത് അത് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും സന്തോഷം ഉണ്ടാവും. സിബിൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിബിൻ വർക്ക് 9 to 5 വല്ലാതെ സ്ട്രെസ്സായപ്പോൾ അത് ക്വിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ DJ ഫുൾ ടൈമായി, അതേപോലെ ആങ്കറിങ് ഫുൾ ടൈമായി, ഇപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരുപാട് ഇപ്പോൾ നിശ്ചനായാലും വർക്കുണ്ട്, ബിസിനസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് ഏത് സ്റ്റേജിലെത്തിയപ്പോഴാണ് സിബിൻ അങ്ങനെ തോന്നിയത്, ഇത് എൻ്റെ ലൈഫ് ഇതല്ല, എനിക്കിതല്ല, ഒരു 9 to 5 പോകാനുള്ളതല്ല എൻ്റെ ലൈഫ്, എനിക്ക് ഇവിടെ ക്വിറ്റ് ചെയ്ത് എൻ്റെ ഡ്രീമിൻ്റെ പാഷൻ്റെ പുറകെ പോകണം തോന്നിയത് എപ്പോഴാണ്, തോന്നാനുണ്ടായ കാരണം എന്താ? അത് ഞാനിപ്പം തുറന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം എനിക്ക് മറ്റേ ജോലി എൻ്റെ പണ്ട് മുതലേ ഞാനിങ്ങനെ പഠിക്കുമ്പോഴാണെങ്കിലും ഇത് 9 to 5 ഇതെന്താ ചെയ്യുക, 9 to 5 ദിവസേന രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, ചിക്കൻ കറി ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെയും സെയിം സാധനം തന്നെ. പക്ഷേ ഒരു സർട്ടൻ പോയിന്റ് എത്തി, മറ്റേ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ജോലി ഓക്കെ ജോലി എന്താണ് ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ജോലി കിട്ടുന്നു, ചെയ്യുന്നു. പക്ഷേ താങ്ക് യു ഫോർ കോളിംഗ് ദിസ് വൺ, മൈ നെയിം ഈസ് സിബിൻ സാബു, ഹൗ കെൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് പറഞ്ഞ് കസ്റ്റമർ സർവീസ് ചെയ്യുന്ന സെയിം സ്ക്രിപ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കസ്റ്റമർ വന്ന് യു ഇന്ത്യൻ കറി എന്നൊക്കെ വിളിക്കുന്നു. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ റയാനെയറിൽ കസ്റ്റമർ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, നമുക്ക് തുടക്ക സമയത്ത് ഒന്നാമത്തെ കാര്യം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈസ് വാസ് എവിടെ ചേർക്കണം, വേറെ എവിടെ ചേർക്കണം, അല്ലെങ്കിൽ വാട്സാപ്പ് ഇറ്റ്സ് മീ ഹൗ ആർ യു എന്നൊക്കെ, ഹൗ ആർ യു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ ഹലോ ദാമു ഹൗ ആർ യു, ഐ ആം ഫൈൻ താങ്ക് യു, വാട്ട് അബൌട്ട് യു, ഐ ആം ഓൾസോ ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മറ്റേ നമുക്ക് കോഴ്സ് ബുക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. രാമു ഈസ് ഗോയിങ് ടു ഷോപ്പ്, ഓക്കെ യു മെറ്റ് ദാബു ഓൺ ദ വേ എന്ന് പറഞ്ഞ മറ്റേ ബേസിക് ലെവൽ ഓഫ് ഈ ഒരു സാധനം. ഞാൻ IELTS കോച്ചിങ് ഉണ്ട്, പക്ഷേ അത്രയും ചിന്തിച്ചിട്ട് നമ്മൾ ഓക്കെ ഒരു സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണം, ആ ഒരു ലെവലിലൊന്നും അന്ന് ഇതില്ലായിരുന്നു എനിക്ക് പേഴ്സണലി. മറ്റുള്ളവർക്ക് വേറെ രീതിയിലായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എന്ത് സംസാരിക്കണം, ആകെ ഇവിടെ വന്നപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ വളരെ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങി, എനിക്ക് എക്കും പൂക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്നെ കളിയാക്കിയ വ്യക്തികളുണ്ട്. നമ്മൾ ഇത്രയും സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് അല്ല, നമ്മളെക്കാട്ടി അറിവുള്ള വ്യക്തികൾ ഇപ്പം നമ്മൾ മിങ്കിൾ ചെയ്യാൻ വരുമല്ലോ, ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആളുകൾ, അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ, അതിനകത്തോട്ട് നമ്മൾ ഐ ഓൾസോ നോ അബൌട്ട് ദിസ് വൺ, ഐ വിൽ ടെൽ യു ദാറ്റ് ഐ നോ എന്ന് പറയുമ്പോൾ നമ്മളെ ഇത് കേട്ട് നിന്നിട്ട് കളിയാക്കിയ വ്യക്തികളുണ്ട്. ആ ഒരു വാശിക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം 3 ഇംഗ്ലീഷ് വാക്ക് വെച്ചിട്ട് എഴുതി പഠിച്ചു. ഇത് സിബിൻ ചെയ്യുന്നത് 20s കഴിഞ്ഞ് എത്രാമത്തെ ഏജിലത് ചെയ്യുന്നത്? 21ാമത്തെ വയസ്സിലത് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ആ ഒരു അവഗണനയും കാര്യങ്ങളും എല്ലാവരും സംസാരിക്കും. ഞാൻ പൊതുവെ എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ഇവർ ഇംഗ്ലീഷിൽ വലിയ ഓക്കെ ഹൗ ഇസ് ദ വേൾഡ് എക്കണോമി, വാട്ട് പുടിൻ, ഇത് ട്രംപ്, അത് ഇത് അല്ല, പുറമേ പുറത്തൊക്കെ പോകുമ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ വൈകിട്ട് ഇതുണ്ടല്ലോ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ. അതായത് അപ്പം ഞാനൊരു ദിവസം 3 വാക്കുകൾ വെച്ച് ഇതിനകത്ത് എഴുതിയിട്ട് എൻ്റെ ആ ബുക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്. 3 വാക്കുകൾ വെച്ച് എഴുതി ഫോട്ടോ അയച്ചു ഞാനത് 3 വാക്കുകൾ വെച്ച് എഴുതി
ആ 3 വാക്കുകൾ ഒരു ദിവസം കോൺവെർസേഷനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ. ഇപ്പം നിൽക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും നടക്കുമ്പോഴായിരിക്കും ഹേ സിബിൻ വേർ ആർ യു ഗോയിങ്, അതെ ഷവറിലൊക്കെ റൈറ്റ് നൗ ഐ എം ബോയിലിംഗ് ദ വാട്ടർ, ഓക്കെ ലേറ്റർ ഐ വിൽ പുട്ട് ദ എഗ്സ് ആൻഡ് ഇറ്റ് വിൽ ബോയിൽ, ഓക്കെ ഐ വിൽ ക്രാക്ക് ഇറ്റ് ആൻഡ് ഐ വിൽ ഈറ്റ് ഇറ്റ് ബ്ലാ 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 ബ്ലാ. അന്ന് ഇതുകൊണ്ടൊക്കെ കേട്ടോ സംസാരിക്കുന്നത്, പ്രൊനൗൺസിയേഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. അതെ, ഇപ്പം അവിടെ ഞാൻ ഡോമിൽ പരിചയപ്പെടാൻ പറ്റും, ഹേ ബ്രോ നമുക്ക് വേണമല്ലോ ഒരു ബ്രോ, മറ്റൊരു ഇംഗ്ലീഷുകാരൻ ബ്രോ നമുക്ക് വേണമല്ലോ. പക്ഷേ അങ്ങനെ ഒരാളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുത്തിനിട്ട് ഹായ് 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 പറഞ്ഞ് അവസാനം ഞാൻ ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ, വേർ വേർ യു, അത് വേർ വേർ യു കുറെ നേരത്തെ പഠിച്ചു. ആ ഒരു ആക്സെന്റ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുക. അവനെ ജൂരി നിന്ന് കണ്ട് അപ്പോൾ സഡൻലി ഓക്കെ വേർ വേർ യു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു വേർ വേർ യു ബ്രോ, വാട്ട് ഡിഡ് യു സേ, വേർ വേർ യു എന്നല്ല, നമുക്ക് ആ ഒരു സെന്റൻസ് പല രീതിയിൽ മാൻ ഐ ഹാവൻറ്റ് സീൻ യു യെസ്റ്റർഡേ വേർ ഡിഡ് യു ഗോ എന്നുള്ള രീതിയിൽ നമുക്കത് മാറ്റാം. പക്ഷെ വേർ വേർ യു എന്നൊക്കെ ഒരു ഇവര് യൂറോപ്യൻകാരും കൂടെ ആയതുകൊണ്ട് അവരുടെയും കോൺവെർസേഷൻ വേറെ ആയിരിക്കും. പുള്ളി കിടന്ന് സംസാരിക്കുകയാണ്, അതായത് മനസ്സിലാവില്ല. എന്നിട്ട് അവസാനം ക്രിഞ്ച് അടിച്ചിട്ട് നമ്മൾ ഓക്കെ നത്തിങ് ഓൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചു. ഒരു ദിവസം 3 വാക്ക് വെച്ച് പഠിച്ചു. പിന്നെ എനിക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യാൻ തന്നെ ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് നോക്കാതെ നമുക്കറിയാം എവിടെ അടിച്ചാൽ എങ്ങനെ വരും, എവിടെയാണ് കീബോർഡ്സ്, അന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു കോൾ വന്ന് ഒരു ഓഫർ വന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ ബോണി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച്, അവനാണ് ട്രെയിനിങ് സമയത്ത് എൻ്റെ പേര് SIB എടാ എൻ്റെ പേരെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്കറിയത്തില്ല കീബോർഡിൽ എവിടെ കിടക്കുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ടെക്നോളജി ഒന്നും അധികം ആക്സസ് ഇല്ലാത്ത കുഗ്രാമം അല്ല, ബട്ട് നമുക്ക് അതിനൊരു ലാപ്ടോപ്പ് ഇല്ല, TV ആ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പം ഈ ലാപ്ടോപ്പൊന്നും അധികം യൂസ് ചെയ്തില്ല. അപ്പോൾ അവനാണ് എൻ്റെ പേരൊക്കെ അടിച്ചു തന്നെ. അപ്പം അങ്ങനെ അവിടുന്ന് നമ്മൾ അതൊക്കെ അടിച്ചു തുടങ്ങി. പിന്നെ മറ്റേ കസ്റ്റമർ സർവീസ്, ഓക്കെ മൈ നെയിം ഈസ് സിബിൻ സാബു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ, പിന്നെ മൈ നെയിം ഈസ് സിബിൻ സാബു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ, താങ്ക് യു ഫോർ കോളിംഗ് അസ്, ഇഫ് യു വുഡ് ലൈക്ക് ടു റേറ്റ് മീ ആഫ്റ്റർ ദ കോൾ ബ്ലാ ബ്ലാ ബ്ലാ. സോ അങ്ങനെ സംസാരിച്ച് ഇതായി. അങ്ങനെ ഒരു കേരള സിലബസ് പഠിച്ചു വന്ന് ഇവിടെ എത്തിയ സിബിൻ, ഇംഗ്ലീഷ് അറിയാത്ത വാസു ഈസു എങ്ങനെ വെക്കണം എന്നറിയാത്ത സിബിനാണ് ഇത്ര കുറച്ച് ടൈം കൊണ്ട് റയനെയറിന്റെ അതെ പിന്നെ ഇതായത് കസ്റ്റമർ സപ്പോർട്ടായത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് എയർ എന്ന് പറയാല്ലേ റയനെയർ, അതിന്റെ കസ്റ്റമർ സപ്പോർട്ടായത്. ഓക്കെ, സീറോന്ന് തന്നെ പറയാം. ആദ്യമേ സീറോന്ന് തന്നെ തുടങ്ങി നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം. ഇത് ഭേദിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, ഒരു മോട്ടിവേഷൻ, അങ്ങനെ കാര്യങ്ങൾ, ഒരു ഇന്നർ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് പിന്നെ ഇതിൻ്റെ ഒരു മാക്സിമം ഓക്കെ B2C അല്ലെങ്കിൽ B2B ആ ഒരു ബിസിനസ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും രാവിലെ എഴുന്നേക്കുന്നു, ഇങ്ങനെ പോകുന്നു, പിന്നെ ആ ഒരു ഗിൽട്ട് ഫീലിങ്ങിനെ അടിച്ചു കൊടുക്കാം. അപ്പോഴാണ് ആ സമയത്താണ് ഞാൻ മറ്റേ സ്ട്രീറ്റിൽ പോയി വീഡിയോ ഗിത്താറിൽ മറ്റേ പാടുന്നത്. അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ തോട്ടാണ്, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് എല്ലാവരും ചെയ്യുന്ന മാതിരി ചെയ്യണ്ട. മറ്റേ മെട്രിക്സിൽ നിന്ന് പുറത്ത് വരുന്നത് ഇപ്പോഴാണ് മെട്രിക്സ് എന്നുള്ള വാക്ക് 2-2.5 വർഷം ആൻഡ്രോയിഡ് വന്നതിന് ശേഷമാണ് മെട്രിക്സ് എന്നുള്ള വാക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ പണ്ടത്തെ പോസ്റ്റുകളൊക്കെ വരുന്നില്ല, മറ്റേ എല്ലാവരും പോകുന്ന വഴി, വേറൊരു വഴി, ഒരൊറ്റയ്ക്ക് ഒരാൾ പോകുന്നു, അതൊക്കെ ചിന്തയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. മാക്സിമം പുഷ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ. ഇപ്പം നാട്ടിൽ നിന്ന് വരുവാണെങ്കിലും അപ്പം പറഞ്ഞത് ഗൾഫിലോട്ട് പോകും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗൾഫിലോട്ട് പോയിട്ട് ഞാനിതാ മറ്റേ 9 to 5 തിരിച്ചു വരുന്നു, ലേബർ ക്യാമ്പ് മറ്റേ ഗൾഫിൽ പോയിരുന്നു. ഇല്ല, ഞാൻ പോയില്ല, പോകാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ പുറത്ത് പോയി പഠിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കസ്റ്റമർ സർവീസിൽ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേനും എന്താ ചെയ്യുന്നതെന്നുള്ള ഇത് വന്ന്, പക്ഷേ ജീവിക്കണമല്ലോ, മാസാവസാനം റെൻറ്റിന് ഇത് കൊടുക്കണം, നാട്ടിലോട്ട് ക്യാഷ് അയക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് പഠിത്തം കഴിഞ്ഞ് അടുത്ത കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്തു. സെയിം അവിടെയും 6 മാസം വർക്ക് ചെയ്ത് പിന്നെയും വേറെ ബോണി എൻ്റെ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്ന അവൻ അവിടെ റെഫറൽ വെച്ചിട്ട് പിന്നെ അവിടെ കയറിയപ്പോഴത്തേനും റിയൽ വേൾഡ്
ഭയങ്കരമായ ഇത് ഓട്ടം ചാട്ടം ബഹളം. ഏതാ കമ്പനി? സ്ക്രിപ്റ്റ് പ്രോക്ടർ ആൻഡ് ഗാംബിൾ. ഓക്കെ, PNG. ഓക്കെ, അതെ, PNG റിയൽ വേൾഡ് സപ്ലൈ ചെയിൻ ആണ്. ഓക്കെ. സോ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഡെയിലി ഞങ്ങൾക്ക് ഓപ്പറേഷൻസ്, ടാസ്ക്, ഇഷ്യൂസ് എല്ലാം വരും. നമ്മൾ ചിലപ്പം ട്രക്ക് എത്താൻ വൈകും. അപ്പം പ്രൊഡക്ഷൻ ചിലപ്പം ഇന്ന് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇന്നലെ ട്രക്ക് എത്തണം. പക്ഷേ അത് ഭയങ്കര ക്ലോസ് കോളാണ്. ഒരു സേഫ് സോൺ എന്ന നിലയിൽ നമുക്ക് 2, 3, 4 ദിവസം മുമ്പൊക്കെ ട്രക്ക് എത്തിക്കണം. ആ ഒരു സീനിൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോഴത്തേനും ഇത് മാനേജർ, അതിൻ്റെ ടോപ്പിലെ മാനേജർ, പിന്നെ കമ്പനിയിൽ കയറുന്ന എല്ലാവരും യാന്ത്രികർ. ലാപ്ടോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഓടുന്നു, ലാപ്ടോപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടുന്നു, എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളല്ലേ ബ്രോ വാട്സാപ്പ്. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കോൺവെർസേഷനൊക്കെ സംസാരിക്കുന്ന പറയുമ്പോഴത്തേനും വർക്ക് ഫ്രം ഹോം അല്ലായിരുന്നു അല്ലേ? വർക്ക് ഫ്രം ഹോമും ഉണ്ട്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ടല്ലോ. പിന്നെ കിട്ടുന്ന മാനേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. പുള്ളിക്കാരി, എനിക്കൊരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരി. അപ്പം വർക്ക് ഹോളിക്കാണ്, ഭയങ്കരമായ വർക്ക് ഹോളിക്കാണ്. രാത്രി 9 മണിക്കൊക്കെ മേലേക്കുക, 7 മണിക്ക് മേലേക്കുക. എന്നിട്ട് ഇതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ മറ്റേ ബബ്ബ ആ ഒരു തിലകൻ മോഡായിരുന്നു പുള്ളിക്കാരി. വന്നപ്പോൾ തന്നെ നമ്മൾ ഇല്ല കസ്റ്റമർ സർവീസ് ആ ഒരു എക്സ്പീരിയൻസും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പം നമുക്ക് ബഡ്ഡിയുണ്ട്. ബട്ട് ഈ പെട്ടെന്ന് ടാസ്ക്, ബിസിനസ് ടേംസ് ഒക്കെ പറയുമ്പോഴത്തേനും നമ്മൾ വിജൃംഭിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതെ അതെ അതെ. സിബിൻ അപ്പോൾ ആ ഒരു പ്രഷർ കൊണ്ടാണോ നിർത്തിയത്, അതോ സിബിൻ ചിന്തിച്ചോ? അവസാനത്തെ ആ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും ഞാൻ ലാപ്ടോപ്പും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് ഞാൻ രാവിലെ 7 മണിക്ക് ഓഫീസിൽ പോകും. രാവിലെ 7 മണിക്ക് ഓഫീസിൽ പോയിട്ട് രാത്രി ഒരു 9 മണിക്ക് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു വിടും പൂട്ടാൻ പോവാണ്. ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ പൂട്ടായിരുന്നു അങ്ങനെ പറയും. അപ്പോൾ അവിടെ ഉറങ്ങാറാണോ അതോ? അല്ല, ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്യും. അത്രയും വർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ക്രൈസിസ്, അതാണ് ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ ക്രൈസിസ് നടക്കും. ചിലപ്പോൾ സപ്ലയർ നിങ്ങൾ കണ്ടെയ്നേഴ്സ് ക്ലെയിം ചെയ്യല്ലേ ചെയ്യുന്നത്? കണ്ടെയ്നേഴ്സിന്റെ ക്ലെയിമിംഗ് അല്ലേ? അതായത് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് ആയിരുന്നോ? ഞാൻ പാക്ക് മെറ്റീരിയൽ പ്ലാനിങ്. അപ്പോൾ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്ന ടീം ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ റോ മെറ്റീരിയൽസും പാക്ക് ചെയ്യുന്ന സാധനങ്ങളും വേണം, ലേബൽസ് ഒട്ടിക്കുന്ന ലേബൽ, സ്റ്റിക്കർ വേണം, ഇതിൻ്റെ കുപ്പി വേണം, പിന്നെ ഇതിൽ ഉണ്ടാക്കണ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്രേ ആണെന്നെങ്കിൽ സ്പ്രേ ഉണ്ടാക്കണ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അപ്പോൾ ലിക്വിഡ് ഉണ്ടാക്കണ പല പല കോമ്പൗണ്ട് വെച്ച് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ ഈ പാക്ക് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ പ്ലാനേഴ്സ് ആണ് ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പാക്ക് മെറ്റീരിയലായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ അവിടെ പ്ലാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സാധനം എത്തിക്കണം. മാർക്കറ്റിൽ കസ്റ്റമറിൻ്റെ ഓർഡർ ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ 100 ഓർഡേഴ്സ് വന്നാൽ അതിൽ 98 എണ്ണം കൊടുക്കണം എന്നുള്ള കമ്പനി ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രഷറിലേക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ലെവൽ ഓഫ് മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പ്രോപ്പർ ചിലപ്പോൾ ട്രക്കിൻ്റെ ഡിലേ അങ്ങനെ പല കാരണങ്ങളോ, അല്ലെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക് ഒരിക്കലും ആവരുതല്ലോ. പിന്നെ നമ്മളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് ഒരിക്കലും ആവരുത് എന്നുള്ള ഒരു റണ്ണിങ് ആണ് നടക്കുന്നത്. അതൊരു ചെയിനാണ്. ആ ചെയിനിൽ നമ്മളെടുത്തുന്ന സ്റ്റക്കായ അപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ ഓക്കെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി നമുക്ക് മാറിയിക്കാം. പക്ഷെ നമ്മളെ കാരണങ്ങൾ അത് ഒരിക്കലും ആവരുത് എന്നുള്ളൊരു മേക്ക് ഷുറിംഗ് ആണ് ബേസിക്കലി നടക്കുന്നത്. അങ്ങനെ സിബിൻ ഈ എക്സ്ട്രാ ടൈം ഒക്കെ എടുക്കുമ്പോൾ അതിന് പേയ്മെന്റ് ചെയ്യില്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ, ഓവർ ടൈമിന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പേയ്മെന്റ് ചെയ്യാം. പക്ഷേ ഞാൻ കേട്ടത് ഇന്റേൺഷിപ്പ് അല്ലല്ലോ, ഇന്റേൺഷിപ്പ് അല്ല, ഞാൻ ഫുൾ ടൈം. ഇന്റേൺഷിപ്പിനൊന്നും അങ്ങനെ ഓവർ ടൈം ഞാൻ ഓവർ ടൈം ചെയ്യാന്ന് വെച്ചാൽ പലരും എന്നെ അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇത് ചോദിക്കും, എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തില്ല, അത് അങ്ങനെ ചെയ്യാമല്ലോ. പക്ഷേ അത് അവർക്ക് എസ്കേപ്പ് പഠിക്കാനുള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ HR അടുത്ത് എന്നിട്ട് ഞാൻ മാനേജറിനെ പറ്റി പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ അമ്മ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരെ എന്നിട്ട് മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. ഇവരതിക്രൂരവും കഠിനവുമായിട്ട് പിന്നെ എൻ്റെ അടുത്ത് പെരുമാറി തുടങ്ങി. അടിപൊളി. അല്ല, എന്നിട്ട് എത്ര ടൈം വർക്ക് ചെയ്തു അവിടെ? ഞാനൊരു 1.5-1.25 വർഷം വർക്ക് ചെയ്തു. 1.25 വർഷം വർക്ക് ചെയ്തു.
എന്നിട്ട് അവസാനം മറ്റേ ലാപ്ടോപ്പ് കെട്ടിപ്പിടിച്ചടങ്ങുന്ന ഒരു അവസ്ഥ, പെരുപ്പ്, ശരീരത്തിനൊക്കെ പെരുപ്പ്, തലയ്ക്കൊക്കെ പെരുപ്പ്, എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തുക, ഫാസ്റ്റ് ഫുഡുകൾ മാത്രം കഴിക്കുക, അവസാനത്തേക്ക് കുക്ക് ചെയ്യാനൊരു താല്പര്യം ഇല്ലാതിരിക്കുക, ഫോണുകൾ എടുക്കാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക, സെൽഫ് കെയർ ഒന്നുമില്ല. നമ്മൾ ഫുള്ള് എന്തൊക്കെ പെരുപ്പാണ്. എങ്ങനെ ഒരു ദിവസം തീരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ചുമ്മാ എഴുന്നേക്കുന്നു, രാവിലെ എണീറ്റുന്നു, ഓഫീസിൽ പോകുന്നു, മറ്റേ തണുത്ത വെളുപ്പംകാലം, രാവിലെ എണീക്കുന്നു, ഓഫീസിൽ പോകുന്നു, അവിടെ ചെന്നിരിക്കുന്നു, അതെ, കോഫി കുടിക്കുന്നു. ഇതിനിടയ്ക്ക് വേറെ പീപ്പിൾ പ്ലീസിങ് ആൾക്കാരുണ്ട്. മാനേജറിൻ്റെ അടുത്ത് ഈ ഒലിപ്പിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് ടീം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് വലിയ പിടുത്തമില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ സംസാരിക്കുമെങ്കിലും പക്ഷേ എങ്ങനെ ഈ ഒരു ബിസിനസ് അത് അവർ ഫേക്ക് ഇട്ടിട്ട് സംസാരിക്കാണ്ട് അത് നമുക്കറിയില്ല. അത് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഇപ്പൊ നമ്മുടെ ടീമിൽ പല ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമുക്ക് മാനേജറായിട്ട് ഒരു അടുപ്പുണ്ടാവും, പക്ഷെ നമ്മളെക്കാട്ടിലും അടുപ്പ് ഒരുക്കുണ്ടാവും. പക്ഷെ എന്താ പറയുക, ഓല് മാനേജറിന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയും അപ്പൊ മാനേജർ അവരുടെ തിരിച്ച് സംസാരിക്കുന്ന രീതിയും അത് നമ്മളെക്കാട്ടിലും കുറച്ച് ബോണ്ടഡ് ആണ് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ടീമിൽ ഒറ്റപ്പെട്ട പോലെ നമുക്ക് ഫീൽ ആവും. മനസ്സിലായോ? അവരിങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഒരുമിച്ച് സിഗരറ്റ് വലിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ അത്ര കണ്ടൊരു ടീമിനായിട്ട് ബോണ്ടിങ് ഇല്ലാത്തൊരു ഒരു വേറെ ഫീലിംഗ് ആണ്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്വന്തം ടീമിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിബി എന്നിട്ട് തീരുമാനിച്ചു ചെയ്യാൻ. അത് ഏത് പിന്നെ മെയിൻ കാരണം എന്താ വന്നത് ഈ വർക്കിന്റെ? എനിക്ക് ബോധം ഇല്ലായിരുന്നു. അവസാനം ബോധം പൊക്കണോ ഇല്ലാതായി, തീർന്ന്. അങ്ങനെ ഞാൻ പിന്നെ മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ഇറങ്ങേണ്ട ഒരു ഇതായിരുന്നു. എന്നിട്ട് ഞാൻ വളരെയേറെ ഇപ്പം ഞാൻ അഗ്നോസ്റ്റിക്കാണ്. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റേ ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യം വെച്ച് ക്രിസ്തീയ വിശ്വാസി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ബൈബിള് സത്യം, എൻ്റെ അമ്മ സത്യം. ഞാൻ അന്ന് സന്തോഷിച്ച ദിവസമാണ് അത്, വളരെയധികം സന്തോഷിച്ച ദിവസമാണ്. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ വളരെ ആനന്ദം, എന്തിനോ എന്തിലും ഒരു ചങ്ങല, ഒന്നും നോക്കണ്ട, അതെ അതെ അതെ, ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എന്നിട്ട് വളരെ സന്തോഷത്തോടാണ്. ഇനി എന്ത് എന്ന് മുമ്പിലില്ല ആക്ച്വലി. ഇനി എന്ത് എന്നുള്ളത്, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എൻ്റെത്. ഇനി എന്ത് എന്നൊന്നും മുമ്പിലില്ല. പക്ഷെ എന്തിന്നോ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ടതിൻ്റെ ഒരു സുഖം, ആ ഒരു ദിവസം ഞാൻ മറക്കത്തില്ല. അപ്പൊ സിബിനൊരു പ്ലാനും ഇല്ല കയ്യില്, സേവിങ്സ് ഒക്കെ അങ്ങനെ? സേവിങ്സ് അവരൊരു നോട്ടീസ് പീരീഡിന്റെ 3 മാസത്തെ 2 മാസത്തെ അങ്ങനെ ശമ്പളം തരാമെന്ന് പറഞ്ഞു. അതൊന്നും ചിന്തിക്കുന്നില്ല, കയ്യിലൊന്നുമില്ല. ആ സമയത്തൊന്നും കയ്യിലൊന്നുമില്ല. ഞാൻ ഇറങ്ങി, ഞാൻ വിളിച്ചു, ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചു. വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് 3 മാസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ച് പറഞ്ഞു, എടി ഇങ്ങനെയാണ്. ഞാൻ ഓക്കെ, മമ്മിയോട് പറയണ്ട എന്നുള്ള ഇത്. പിന്നെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു, ബോണിയെ വിളിച്ച് ഞാൻ പറഞ്ഞു. ബോണിയാണ് എനിക്ക് റെഫറൽ തന്നത്. ഞാൻ ബോണീനെ വിളിച്ച് പറഞ്ഞു, എടാ ഞാൻ ഇറങ്ങി. ഓക്കേടാ, ഓക്കെ. ഞാനും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. ചില സമയത്ത് രാവിലെ ഹൈബ്രിഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവൻ്റെ കൂടെ പോയിരുന്നിട്ട് ഇങ്ങനെ മാനേജറിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതിയാണ്. അപ്പം ഇവരെന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതി. അപ്പം ഞാൻ പറയാം, ഇങ്ങനെയാണ് സീൻ, ഇതൊക്കെയാണ് എന്നുള്ള രീതി. അവൻ്റെ അടുത്ത് ഓക്കെ, നല്ല കാര്യം, നിനക്ക് നല്ലതെന്തെന്ന് വെച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ അവനും പറഞ്ഞു. എന്നിട്ടൊന്നുമില്ലാതെ ഇങ്ങനെ പോയ ദിവസങ്ങളായിരുന്നു. ഞാനപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഓക്കെ റിലാക്സ്, കുറച്ച് നാളത്തേക്കൊരു ബ്രേക്ക് എടുക്കുക, ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ ബ്രേക്ക് എടുക്കുക. ബിക്കോസ് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന ഒരിതാണ്. ഇതിപ്പം ഞാൻ ഈ ഒരു നിമിഷത്തിൽ വന്നിരിക്കുകയാണെങ്കിലും ഒത്തിരി മാറിയിരിക്കുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒത്തിരി കാര്യങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ഇത് പേഴ്സണാലിറ്റി, എക്സ്ട്രോവേർട്ട്, ആ ഒരു ക്യാരക്ടറും കുറേ മാറ്റം വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നാളിങ്ങനെ ഓക്കെ കുറേ ബ്രേക്ക് എടുക്കാം, നോ റെസ്പോൺസിബിലിറ്റീസ്, നത്തിങ്, എന്നെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് വല്ലാണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് സ്വയം ഇറങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് നാളിങ്ങനെ നിന്നു. ആ സമയത്ത് DJ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. DJ സ്ക്രാച്ച് എന്നാ പഠിച്ചേ? അതെ അതെ അതെ. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് ഇല്ലില്ല. എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, മലയാളിയാണ്. അവൻ പോസ്റ്റ്നാൻ എന്ന് പറഞ്ഞൊരു സെറ്റിൽ റെസിഡൻറ്റ് DJ ആണ്. അപ്പോൾ അവൻ മലയാളി DJ ഇയാൻ എന്ന് പറയും. അപ്പോൾ അവൻ നാട്ടിലാണ്. അവൻ എനിക്ക് അവൻ്റെ കൺട്രോൾ വന്നിട്ട് പോയി. അതിനു മുമ്പ് ഞാൻ സ്ക്രാച്ച് ചെയ്യുന്ന അവൻ്റെ അടുത്ത് എനിക്ക് പാർട്ടി ചെയ്യാൻ താല്പര്യമാണ്. അല്ല, സിബിന്റെ ഗ്രോത്ത് കുറെയൊക്കെ കണ്ട ഒരാളാണ് ഞാൻ. അതായത് സിബി ഇപ്പൊ പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നേ സിബിനെ അറിയാം. അപ്പോൾ അന്ന് തൊട്ടേ സിബി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടുന്ന് അവൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിബിനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അവൻ ഈ DJ MC ഇങ്ങനെ ഓരോ ഇപ്പൊ അവൻ അവിടെ നിന്ന് നിൽക്കണം. ഇതിനൊക്കെ വളർച്ച കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഇവന്റെ ഫസ്റ്റ് DJ ഇവന്റ് നമ്മുടെ ഒരു മലയാളി അസോസിയേഷന്റെ ഒരു വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഒരു ഇവന്റിനാണ് സിബി DJ ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതായത് ഇവിടുന്ന് സിബി തുടങ്ങിയെങ്കിലും അന്ന് അവിടെ വന്ന ആൾക്കാരെല്ലാം സിബിയുടെ DJ എൻജോയ് ചെയ്ത ആൾക്കാരാണ്. അത് 2023 വിഷു അതിനുശേഷം മാൾട്ടയിൽ ഇവന്റ് വരുന്നു, ലാറ്റ്വിയയിൽ ഇവന്റിന് പോകുന്നു, ഓസ്ട്രേലിയ പോകുന്നു. അങ്ങനെ ഇവന്റ് അന്ന് ആ ഒരു ഇവന്റ് അതെ അത് പിന്നെ വേറെ കൺട്രീസിലൊക്കെ ഇവന്റിന് പോകണം. അത് മലയാളീസിന്റെ ഇവന്റ്സിനും മലയാളീസിന്റെ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസിന്റെയും വേറെ ഇങ്ങനത്തെ ഈ പബ്ലിക് ആയിട്ട് നടക്കുന്ന ഇങ്ങനത്തെ ഇവന്റ്സിനും ഫെസ്റ്റിവൽസിനൊക്കെ സിബി പോയിട്ട് പെർഫോം ചെയ്യാണ്. അപ്പൊ ഞാനിത് കാണുമ്പോൾ ഓക്കെ ലൈക്ക് സിബി എവിടുന്ന് തുടങ്ങി എവിടെ ഇപ്പൊ നിൽക്കുന്നുള്ള കാണുമ്പോൾ നമുക്ക് ലൈക്ക് കൈൻഡ് ഓഫ് ഓക്കെ ലൈക്ക് ഹി ഹാസ് ഡൺ സംതിങ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വെറുതെ അല്ല, ഇതിന് പുറകിൽ യെസ് എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ ജിം കേറിയുടെ എസ് എന്ന് പറഞ്ഞിട്ട് എന്തിനും ഏതിനും എസ് പറയുന്നത്. യെസ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ വിഷുവിന് അത്രയും പേര് അയ്യോ ഞാനൊരു എക്സ്പീരിയൻസ് അല്ലാത്ത DJ ആണ് ഇത്രയും പേര് വരുന്നത്. അപ്പോൾ ഈ DJ ഞാൻ തുടങ്ങിയത് അതിന് മുമ്പ് ഞാൻ പോസ്റ്റ്നാനിൽ പോകുന്ന സമയത്ത്, ഞാൻ പോസ്റ്റ്നാനിലാണ് പഠിച്ചതൊക്കെ. അപ്പം പോസ്റ്റ്നാനിൽ പോകുന്ന സമയത്ത് പാർട്ടി ചെയ്യുന്ന സമയത്ത് ഇവൻ DJ ആണ്, ഞാൻ അവൻ്റെ കൂടെ ബൂത്തിൽ കയറി നിൽക്കും. പിന്നെ അവൻ്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേ മിക്കവാറും. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും ഈ മെഷീൻ എടുത്തിട്ട് ഞാനിങ്ങനെ സ്ക്രാച്ച് ചെയ്യും. ഇതിനകത്ത് ഒത്തിരി ബട്ടൺസ് ഉണ്ട്, നമുക്കറിയത്തില്ല ഇവിടെ നിൽക്കുക. അങ്ങനെ മറ്റേ ഒരു പാട്ട് മാറണം, നിൻ്റെ മീഴിമൂനെ കൊണ്ട് എൻ്റെ നെഞ്ചിലൊരു ബല്യ ഓക്കെ അടുത്ത പാട്ട് വരണം. പക്ഷെ അത് പറ്റത്തില്ല. ഇത് നമ്മൾ നിൽക്കുന്ന ഓഡിയൻസിൻ്റെ ആ ഒരു താളം, അവരുടെ സ്റ്റെപ്പിൻ്റെ രീതി, ക്രൗഡ് റീഡിംഗ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം ഇതിനിടയ്ക്ക് ഇവൻ്റെ അമ്മ വയ്യാണ്ടായി, അവൻ നാട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ ചോദിച്ചു എടാ DJ കൺട്രോളർ ഞാൻ വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കൺട്രോളർ വാങ്ങിച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പ്രാക്ടീസും തുടങ്ങി. പരിപാടി അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാനെന്നാ DJ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാനെൻ്റെ വേറെ സുഹൃത്തുണ്ട്, രണ്ടുപേർക്കൊരു വിൻ വിൻ ചെയ്യുന്നു. കാരണം നമുക്ക് ഇവന്റ് ഇവിടെ നടക്കുന്നതൊക്കെ ബേസിക്കലി ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടും ടിക്കറ്റ് വെച്ചിട്ടും ബേസിക്കലി അങ്ങനെ ലാഭത്തിലല്ല മലയാളി അസോസിയേഷന്റെ ഇവന്റ്സ് ഒക്കെ നടക്കല്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സിബി DJ ചെയ്യാൻ ഒരാൾ റെഡിയാണ്. നമുക്കാണെങ്കിൽ എക്സ്പെൻസും ഇല്ല, സിബിയുടെ എക്സ്പെൻസ് അത്ര നോക്കിയാൽ അപ്പോ ഓക്കെ ലൈക്ക് DJ. അപ്പോൾ ഞാനും ആദ്യമേ ഒന്ന് മടിച്ചു. ഇതിനിടയ്ക്ക് കിഷോർ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുണ്ട്. അപ്പോൾ സുഹൃത്താണ്, പുള്ളിയാണ് നല്ല രീതിയിൽ ഫോഴ്സ്. ഏകദേശം ഒരു 42 മിനിറ്റ് കോൾ ഉണ്ടായിരുന്നു ഒരു വെളുപ്പാങ്കാലത്ത്. ചെയ്യുമോ സിംപ്രോ ചെയ്യുക എന്നുള്ള രീതിയിൽ പുള്ളി ഞാൻ പറഞ്ഞു ചെയ്യണോ, കാരണം മലയാളികൾ നല്ല രീതിയിൽ സന്തോഷിച്ചു, ഉറിയടി വടംവലി അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമായിരിക്കും. ഞാനായിട്ട് ആ ഒരു സമയത്ത് തന്നെ പിന്നോട്ട് വലിച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിച്ചു. അപ്പോൾ ഞാനിത് പഠിച്ചത് എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഞാൻ ഇന്ന് രാത്രിയിൽ ഇവനെ വിളിക്കും. ജോലി കഴിഞ്ഞ ആ ഒരു സമയത്താണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ രാത്രി 10-9 മണിയാകുമ്പം ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിൽ 11 മണിക്ക് ഇവനെ രാത്രി വീട്ടിലോട്ട് വിളിക്കും. ഇന്ത്യയിലോട്ട് വിളിക്കും. ഇവനെ ഉറങ്ങത്തില്ല, DJ ആണ്. നാട്ടിൽ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഈ സ്ലീപ്പ് സൈക്കിള് ഇതായിട്ട് ഇവനിങ്ങനെ ഇരിക്കും, സംസാരിച്ചിരിക്കും. എന്നിട്ട് രാത്രി ഞാൻ ഇവനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കൈ കൊടുത്തതിന് ശേഷം, അതായത് വിഷുവിന് നമ്മൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളത് കൺഫേം അടിച്ചതിന് ശേഷം ഞാൻ ഇവനെ ഇന്ന് രാത്രി വിളിച്ചിട്ട് ഓൺലൈനായിട്ട് എടാ ഞാനിത് പൊക്കാൻ പോകുന്നേ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്രോസ് ഫൈറ്റർ ഇങ്ങനെ പൊക്കാം. അങ്ങനെയാണ് ഞാൻ പഠിച്ച് വന്ന് ആ റിയലായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ ആരുമില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കി യൂട്യൂബ് അത് ഇത് ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നോക്കി പഠിച്ച അവസാനം വിഷുവിനെ പ്ലേ ചെയ്തു. അന്ന് വിഷുവിനൊക്കെ പ്ലേ ചെയ്ത് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ദൈവമേ, അല്ല അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളുണ്ട്. അതിൻ്റെ നമ്മുടെ പന്തൽ വർക്ക് എന്ന് പറയാം, പന്തൽ വർക്കിന് വന്നത് ഒരു ഒറിജിനൽ DJ. പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ നടത്തുന്ന എന്തോ ഡെക്കറേഷൻസും കാര്യങ്ങളും നമുക്ക് സ്റ്റേജൊക്കെ ലൈറ്റിങ്ങും എല്ലാം അവരെ ചെയ്ത പുള്ളി മ്യൂസിക് പ്രൊഡ്യൂസർ ടെക്നോ അങ്ങനത്തെ ഒരാളെ മുമ്പിലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വെച്ച അനത്ത് ഡാങ്കിടക്ക് ഡില്ലൊക്കെമാണ് പരിപാടി എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചനത്ത് പുള്ളി അവസാനം DJ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കൈയെടുത്ത് ബ്രോ വാട്ട് ടു ഡു എന്ന് പറഞ്ഞു. പുള്ളിക്ക് അറിയാനുള്ള ടെക്നിക്കൽ ബീറ്റ് 1 2 3 അങ്ങനെയൊക്കെയുള്ള സാധനം പുള്ളിയൊക്കെ പറഞ്ഞപ്പോഴും
നമ്മൾ മനസ്സിലാക്കി. അത്ര വലിയ ഡീപ്പായിട്ട് നോളജ് ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോഴത്തേനും ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഒന്ന് സ്ക്രാച്ച്. പക്ഷെ ഞാൻ അവിടെ DJ എന്ന് അതിൻ്റെ എൻ്റെ ഒരു ജനനമായിരുന്നു. നോ നടക്കില്ലായിരുന്നു. ഇല്ല. അതാണ് ഇപ്പം ബേസിക്കലി ഇപ്പൊ ഇവിടുന്ന് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക, ഒരു മ്യൂസിക് ക്ലാസ്സിലോ പോയി പഠിച്ചതല്ല സിബിൻ. എന്നിട്ട് സിബി സ്വന്തം പഠിച്ചെടുത്ത് ഇത്രയും അതില് അഗ്രഗണ്യനായി എന്നുള്ളതാണ്. അതിൽ ടോപ്പ് ഇപ്പോഴും പഠിക്കുകയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എസ് പറഞ്ഞതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ് പറഞ്ഞതാണ് ജീവിതത്തിൽ പല വഴിത്തിരിവും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ പോവുക, നമ്മൾ പരിപാടികൾ ചെയ്യുക, പല ഡിഫറെൻറ്റ് ക്രൗഡ്, അങ്ങനെ കാര്യങ്ങൾ. പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ ക്രൗഡാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, നമ്മുടെ കുറവുകൾ തിരിച്ചറിയും, എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ജീവിതത്തിൽ എന്തൊക്കെയോ ഓരോ ബ്രെയിൻ സെൽ ഓപ്പൺ ആവുകയോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അതെ, പുതിയ നമ്മൾ കൂടുതൽ ശക്തരാവും. അതെ, പുതിയ തോട്ട്സ് വരും, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണമെന്ന് തോന്നും, മെച്ചപ്പെടുത്തണം. അങ്ങനെ ആകുമ്പോൾ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആവും, കുറച്ചും കൂടെ ചലഞ്ചിങ്ങും ആവും. ആക്ച്വലി രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു അതെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പല തോട്ട് മൈൻഡിൽ വരും. എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, സരിഗമ പദനിസ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലൊരു തോട്ട് ഉണ്ടായിട്ട് ഞാൻ പഠിച്ചെടുത്തതാണ്. ഇപ്പോൾ എവിടെ എത്തിയിട്ട് ഇപ്പോൾ പ്രോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സംഗീതം എന്ന് പറയുന്നത് ഒരു കടലാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെ ഞാൻ വെറും ഒരു അതിൻ്റെ അറ്റത്തിരിക്കുന്ന കടലിൻ്റെ അറ്റത്തിരിക്കുന്ന ചൂണ്ടയിടുന്ന ഒരു വ്യക്തി മാത്രം. ഇനിയിപ്പോ ഓണത്തിനുണ്ടാവുമല്ലോ സിബിൻ്റെ. അതെ, സിബിനെ പണ്ട് വ്രതം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോ DJ ശരിയാവാൻ വേണ്ടിയിട്ടൊക്കെ വ്രതം എടുക്കാറില്ല. ഇല്ല, ഇപ്പൊ വ്രതം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വ്രതമില്ല. എന്ത് പറ്റി? ഇപ്പൊ കോൺഫിഡന്റ് ആയില്ല. കോൺഫിഡൻസിന്റെ അല്ല, പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ വ്രതം എന്നുള്ളത് ആക്ച്വലി ഞാൻ കലയെ ബഹുമാനിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിയെ ഞാൻ ബഹുമാനിക്കാറുണ്ട്. ഇപ്പം വീഡിയോ എഡിറ്റിംഗ് ആയാലും കണ്ടന്റ് ക്രിയേഷൻ ആയാലും DJ ആയാലും MC ആയാലും നമ്മളിപ്പം സ്റ്റേജ് തൊട്ട് തൊഴുതിട്ട് കയറുക. ഇപ്പം മെഷീന് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് തൊട്ട് നമസ്കരിക്കും. സ്റ്റേജ് അങ്ങനെ ലാപ്ടോപ്പ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഞാൻ ആ ഒരു രീതിയിലാണ്. ടെക്നിക്കൽ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു കലയൊക്കെ നമ്മൾ ദൈവതുല്യമായിട്ട് കണക്കാക്കുന്നുണ്ടല്ലോ. പിന്നെ വ്രതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പനമ്മ ക്രിസ്തീയ വിശ്വാസികളാണ്. എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പം അവരെല്ലാം ഞങ്ങൾ ഞായറാഴ്ച പള്ളികളിൽ പോകുന്നു. സൺഡേ സ്കൂൾ രാവിലെ 8 മണിക്കുള്ള സൺഡേ സ്കൂൾ, അത് കഴിഞ്ഞിട്ട് ആരാധന, കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഞങ്ങൾക്ക് 10 ദിവസത്തെ VBS എന്ന് പറയുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. 10 ക്ലാസ് സമ്മർ ക്ലാസ് ആകുമ്പോഴത്തേനും പിള്ളേരെല്ലാം കൂടെ പള്ളിയിൽ വരും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കും. ഏകദേശം 200ഓളം 300ഓളം പിള്ളേർ കാണും. അപ്പോൾ അവർക്ക് നമ്മൾ പാട്ടുകൾ, യേശുവിൻ്റെ കഥകൾ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ പാട്ട് പഠിപ്പിക്കും. ഫസ്റ്റ് സയൻസ് ഞാൻ പാടും. അതിനുശേഷം അച്ചാച്ചൻ്റെ കൂടെ പാടണം. ഓക്കെ, യേശു വരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളെ കാപ്പാന എന്ന് പറയും. പാട്ട് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ആക്ഷൻ സോങ് വരും. യേശു വരുന്നു കൂട്ടന് നമ്മളെ കാപ്പാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും പിള്ളേരെ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് 10 ദിവസം 10 കഥയുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 അപ്പം 5000 പേർക്ക് കൊടുത്ത കഥ, ഇപ്പം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ രക്തസ്രാവം നിർത്തിച്ച കഥ, മരത്തിൽ കയറി യേശുവിനെ ഒരു നോക്ക് കാണാൻ കയറിയ സക്കായിയുടെ കഥ, അങ്ങനെ പലതും പഠിപ്പിക്കും. അപ്പം അത് രാത്രി ഇരുന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബുക്കുണ്ട്, പിറ്റേന്ന് എന്തൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെയുള്ള നോട്ടൊക്കെ എഴുതും. അപ്പം ഇങ്ങനെ സാലറി ഉണ്ടായിരുന്നോ? ഇത് സാലറി ഉണ്ടായിരുന്നു പള്ളികളിൽ. ഞാൻ ഈ കഥ പറയുമ്പോഴത്തേനും പല മതവികാരം വ്രണപ്പെടാൻ സാധ്യതയുണ്ട്. അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എന്താകണം, എൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെ പറയണം. അപ്പോൾ ഞാനിങ്ങനെ തലേന്ന് രാത്രി നോട്ടൊക്കെ എഴുതുമ്പോഴത്തേനും പിറ്റേന്ന് 200-300ഓളം പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പഠിപ്പിക്കണം. അപ്പം ഈ ഇരിക്കുന്ന പിള്ളേരിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് വന്നിട്ട് അച്ചാച്ച എന്ന് പറഞ്ഞാൽ ചേട്ടൻ അർത്ഥം, അല്ലെങ്കിൽ ഡയറക്ടർ സാർ എന്നാണ് വിളിക്കുന്നത്. ആ പഠിപ്പിക്കാൻ നമ്മളെ വിവിധ പള്ളികളിലോട്ട് അയക്കുകയാണ്. ഇത് 3 ദിവസത്തെ ഒരു ക്യാമ്പാണ്. ഒരു സ്ഥലത്തല്ല. ഇതിപ്പം
ഫോർ എക്സാമ്പിൾ നമ്മളെ തിരുവനന്തപുരത്ത് വെച്ചൊരു ക്യാമ്പ് നടത്തുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ സഭയിലുള്ള, ഞാൻ മർത്തോമ എന്ന് പറയുന്നൊരു സഭയ്ക്കകത്ത് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയിൽ മർത്തോമ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് 3 ദിവസത്തെ ക്യാമ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാണ്, തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പത്തനംതിട്ട, ആ ഒരു സ്ഥലങ്ങളിൽ വെച്ച് 3 ദിവസത്തെ ക്യാമ്പിൽ നമുക്കൊരു ലൈറ്റായിട്ടൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തരും. ഈ വർഷത്തെ തീം എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വാട്സ്ആപ്പ് അല്ല, വാട്സ്ആപ്പ് മുകളിൽ എന്താണെന്ന് പറയുമ്പോൾ ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നുള്ള രീതിയിലാണ്. അപ്പം വാട്സപ്പ് എന്നുള്ളൊരു തീമായിരുന്നു. അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ 3 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ആണ്, പഠിപ്പിക്കുന്നവർക്കുള്ള ട്രെയിനിങ്. അതെ. എന്നിട്ട് ഈ ക്യാമ്പിന് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത നിങ്ങളെപ്പോലുള്ള ലൈക്ക് ടീച്ചേഴ്സ് പോയിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് 10 ദിവസത്തെ ക്യാമ്പ് നടത്തും, അങ്ങനെയല്ലേ? ഇവര് നമ്മളെ അയക്കും. ഇവര് പറയും 10. അവര് അവരോട് സ്ഥലത്തേക്ക് അയക്കുക ചെയ്യുക. അതായത് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പഠിപ്പിക്കും, അങ്ങനെയല്ല? അവർ അറ്റൻഡ് ചെയ്ത് തരും. എന്നിട്ട് അവിടെ 10 ദിവസത്തെ ക്യാമ്പ് നിങ്ങൾ നടത്തും. അതെ, 10 ദിവസം ആ പള്ളിയിൽ അച്ഛൻ, അതായത് പുരോഹിതൻ്റെ ഒരു നിലവാരത്തിലുള്ള നമുക്കൊരു ഇത് വരും, ഫൈനൽ വേർഡ് എന്നൊക്കെയുള്ള നമ്മുടെ തീരുമാനങ്ങളാണ് 10 ദിവസം ആ പള്ളിയിൽ നടത്തപ്പെടുന്നത്. വാട്സപ്പ് അതെ, മുകളിലേക്ക് നോക്കുക എന്നുള്ള ടോപ്പിക്, അതിനെപ്പറ്റി ബന്ധപ്പെട്ട പാട്ടുകൾ, കഥകൾ, അങ്ങനെയൊക്കെ. ഇപ്പം അബ്രഹാം ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ച കഥകളും അതും ഇതല്ല. അപ്പം നമ്മുടെ അടുത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, ബൈബിളിലെ പല വാക്യങ്ങളും വായിക്കുമ്പം ഞാനിങ്ങനെ ചിന്തിക്കും, അതായത് ഞാൻ ക്രിസ്തീയ വിശ്വാസിയിലെ മർത്തോമ സഭയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കൂട്ടുകാരുണ്ട്, ഓർത്തഡോക്സ്, യാക്കോബായ, റോമൻ കത്തോലിക്ക, ബെന്തക്കോസ്ത്, യഹോവ സാക്ഷി, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം ഐഡിയോളജിയും ഇവരുടെ എല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങളും വേറേതാണ്, എൻ്റെതും വേറേതാണ്. പക്ഷേ എല്ലാവരും ക്രിസ്ത്യാനികളുമാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, അവിടെ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഒറ്റ ദൈവമല്ലേ? പല ഒറ്റ ദൈവത്തിനെയാണ്, പക്ഷെ പ്രാർത്ഥന രീതികൾ വ്യത്യാസം, പറയുന്ന രീതികൾ വ്യത്യാസമാണ്. എൻഡ് ഓഫ് ദ ഡേ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് ആണ് ദൈവം എന്ന് വിശ്വസിക്കുന്നത് അല്ല, യഹോവയുണ്ട്. ഈ ക്രിസ്തുവിന് മുമ്പ് ഒരു വ്യക്തിയുണ്ട്, ദൈവം, യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞ അവർ യഹോവയാണ് ആരാധിക്കുന്നത്, ക്രിസ്തുവിനെയല്ല, യേശു ക്രിസ്തുവിനെയല്ല, ദൈവത്തിൻ്റെ മകനെയാണ് അവർ ആരാധിക്കുന്നത്. മകനെ, യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ കുരിശിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്തു ഇല്ല. മാർത്തോമയുടെ കുരിശിൽ നോക്കുകയാണെങ്കിൽ, മാർത്തോമയുടെയും CSIയുടെയും കുരിശിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഇതില്ല, ക്രൂശിൽ മാത്രമാണുള്ളത്. അല്ല, ഒരു ഈ യഹോവ വിറ്റ്നസ് വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ആൾ അല്ല, യഹോവ വിറ്റ്നസ് വർഷിപ്പ് ചെയ്യുന്ന യഹോവയാണ്, അതെ അതെ. ആദിയിൽ ദൈവം ഭൂമിയും അങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ദൈവമില്ലേ, ആ ദൈവത്തിന്റെ മകനാണ് അപ്പൊ അവര് ഫാദറിന് സൃഷ്ടാവിനെയാണ് അവർ ആരാധിക്കുന്നത്, വേറൊരു ദൈവവുമില്ല. അപ്പോൾ ഇതൊക്കെ ബൈബിൾ നമ്മൾ കുറച്ച് വായിക്കും. ഞാൻ പണ്ഡിതനല്ല ബൈബിൾ, അപ്പം നീ ഇപ്പോൾ ആരെങ്കിലും കാണാമെന്ന് ചോദിക്കും, നീ ബൈബിൾ ഫുള്ള് വായിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കും. ബൈബിൾ ഫുള്ള് വായിച്ചിട്ടില്ല, പക്ഷേ എനിക്കുണ്ടായ ചില തോട്ടുകളും കാര്യങ്ങളുണ്ടോ. അതായത് സഭകളിലുള്ള എല്ലാവരും പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല രീതികളും പല ആരാധനാക്രമങ്ങളും. ചിലവർ ക്രൂശിതനായ യേശുവിനെ ആരാധിക്കുന്നു, ചിലവർ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ചിലവർ ക്രൂശില്ലാതെ ആരാധിക്കുന്നു, ചിലവർ കന്യക മറിയത്തിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. കന്യാമറിയത്തിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 വിഭാഗങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു വിഭാഗം വന്നിട്ട് ചോദിക്കും, ആരാധിക്കുമല്ലോ, ഞങ്ങൾ അപേക്ഷിക്കുകയല്ലേ എന്ന്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യമുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിനോട് നമുക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ നടുക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ ഇസ്ലാമിലും കുറെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, മീഡിയേറ്റേഴ്സിന്. ഇതിപ്പോ ഇവൻ ക്രിസ്ത്യാനിറ്റി ബേസിൽ പറഞ്ഞു, പക്ഷെ എല്ലാ മതത്തിലും ഉണ്ട് ഈ മീഡിയേറ്റേഴ്സിനെ വെച്ചിട്ടുള്ള സംഭവം. ഞാൻ മുസ്ലിമാണ്, ഞാനിത് കാണുന്നതാണ്. നമ്മളത് പറയുമ്പോ അതിങ്ങനെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് മീഡിയേറ്റേഴ്സിനെ വെച്ച്. അതെ, അപ്പൊ മുസ്ലിംസിലാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ പല കാറ്റഗറീസ് ഉണ്ട്, ഹിന്ദുസത്തിലും ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അതെ, ഈ ഒരു ഇത്. എന്നിട്ട് സിബിൻ എന്നിട്ട് ഇന്നിന്റെ കഥ ബാക്കി പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മദ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പിന്നെ എന്തിനാണ് വല്ലവരുടെയും ഇത് വെച്ചിട്ട് മധ്യസ്ഥത യാചിക്കണം, എന്നോട് കന്യമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കർത്താവ് നേരെ അവിടെ ഇരിക്കുകയല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഹിറ്റായി.
അപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ പേടിച്ചു നിന്ന ദിവസം കൊണ്ട് തുടക്കകാലത്ത് മറ്റു പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അതായത് ഏതെങ്കിലും ഒരു പയ്യൻ വന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ലീഡർ സാറേ ഇതെന്താ ഇങ്ങനെ, എൻ്റെ കൂട്ടുകാരൻ ഓർത്തഡോക്സ് ആണല്ലോ, പിന്നെ നമ്മൾ മാർത്തോമയാണല്ലോ, ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു ചോദ്യം ചോദിച്ചാൽ, കാരണം ഈ സമർപ്പണ ദിനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ദിവസമുണ്ട്. ഈ 10 ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമോ 8ാമത്തെ ദിവസമോ ഇതിനിടയ്ക്ക് സ്നേഹവിരുന്ന്, അങ്ങനെ കുറേ ദിവസം എല്ലാവരും ഒരുമിച്ച് വീടുകളിൽ നിന്ന് ഭക്ഷണ പൊതി കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുക, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ എന്തും മറുപടി പറയും അവിടെ. അത് പരമമായ അധികാരം നമുക്ക് ആ 10 ദിവസത്തേക്ക് ആ പള്ളിയിൽ തന്നെ. ഇപ്പം ബഹുമാനപ്പെട്ട വികാരി വരെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ലീഡർ സാറേ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ദിവസം ഇന്ന ഞായറാഴ്ച ഒരു ദിവസം പ്രസംഗിക്കുകയും വേണം. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഇതുണ്ടായിരിക്കട്ടെ, ഇന്നിവിടെ പകൽക്കാലം നമ്മളിവിടെ കൂടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും. ഒരു വചനം എടുത്തിട്ട് ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം ആരെങ്കിലും ഉറക്കെ വായിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇത് നമ്മൾ പ്രസംഗിക്കും. ആ വചനത്തെ പറ്റി നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമ്മൾ സംസാരിക്കും. അപ്പോൾ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്ത ഇതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ തിരുമേനിമാരെന്ന് പറയും ഞങ്ങൾക്ക്, മറ്റേ വലിയ കമ്പുണ്ടല്ലോ, അതെ, വലിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർക്കും പോപ്പല്ല, ഞങ്ങളത് പോപ്പല്ല, ഞങ്ങൾ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ആഗോളതലത്തിൽ ആരുമില്ല. ഞങ്ങളുടെ പേര് ഓർത്തഡോക്സ് യാക്കോബായ. അതെ, ഓർത്തഡോക്സ് യാക്കോബായ. അപ്പം ഇതിനകത്ത് ഞങ്ങളുടെ പരമമായ ഇത് അധ്യക്ഷൻ എന്ന് പറയുന്നത് പോപ്പല്ല, വത്തിക്കാൻ സിറ്റി അല്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറെ തിരുമേനിയാണ്, ഭദ്രാസനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിൽ അരമനയിലെ തിരുമേനി. അതെ, അരമനയിലെ തിരുമേനി. അപ്പോൾ ഇത് തിരുമേനി എടുത്ത് ഞാനിതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ പ്രായക്കുറവുള്ള സമയത്തായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ തമാശ രീതിയിലങ്ങ് ഇരുത്തി. പിന്നീട് ഞാൻ ഈ പഠിപ്പിക്കാനൊക്കെ പോയതിന് ശേഷമാണ് ഒരു ഇത് വന്നത്, വെളിച്ചം വീണിട്ട് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു, ചോദിച്ചു. എന്നിട്ട് പിന്നെ ആലോചിച്ചു. ഇപ്പം പടമൊക്കെ ഗൂഗിളിനകത്ത് നോക്കി യേശുവിൻ്റെ പടം നോക്കുമ്പോഴത്തേനും ആഫ്രിക്കക്കാരുടെ യേശുവിനൊരു കളറ്, കേരളത്തിലെ യേശുവിനൊരു കളറ്, അങ്ങനെ അറബികളുടെ യേശുവിൻ്റെ ഒരു കളറ്. അതെന്താ ഡിഫറെൻ്റ് കളറ്? സംഭവിച്ചത് മിഡിൽ ഈസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചു. പലർക്കും പല രീതിയിലാണ്. അത് ഞാൻ കുറേ ഇപ്പോൾ റഷ്യ ഇപ്പോൾ അടുത്ത് റിവീൽ ചെയ്ത കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ജീസസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു വരച്ച, അതിൽ ഒരു ബ്രൗൺ കളറാണ്. അതെ, പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ വേറെ ജ്ഞാനായ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് AD 52-ാം നൂറ്റാണ്ടിൽ തോമസ് ലീ നേരിട്ട് വന്നിട്ട് ഞങ്ങൾ ജലത്തിൽ മുക്കി. അപ്പം പിന്നെ ഞങ്ങളൊക്കെ മാനത്തുനിന്ന് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ തോട്ട്സ് വന്നപ്പോൾ സിബിൻ്റെതായ ഡിസിഷൻ എടുത്തതാണ്. അതെ, ഞാൻ സിബിന് തോന്നി ഇതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് സിബിന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അഗ്നോസ്റ്റിക് എന്നൊരു രീതിയിൽ ദൈവം ഉണ്ടോ ചോദിച്ചാൽ ദൈവമുണ്ട്, ഒരു ശക്തി ഉണ്ട്. പക്ഷേ അതിനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു റിലീജിയനിലോ സ്റ്റിക്ക് ചെയ്യാതെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതാണ് ആ രീതിയിലാണ്. ഞാൻ മുസ്ലിം പള്ളിയിലും പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണേണ്ടത് നോമ്പിന് വന്നപ്പോഴാണ്. അതെ, ഇതിനു മുമ്പ് നമുക്കൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ട്. അന്ന് ഞാൻ അഗ്നോസ്റ്റിക് ആണ്, അതാണ് ഇതാണ് പോകാൻ നേരത്ത് ഞാൻ പുള്ളിക്ക് അസ്സലാമലൈക്കും നമുക്ക് ഞാനിപ്പം ആ ഒരു സമയത്ത് ഒക്കെ എനിക്കൊരു ഫീലിംഗ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. മുസൽമാനെന്ന് പറയാനാണെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയാനാണെങ്കിലും ഹിന്ദു സപ്താഹത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ അമ്പലം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഞങ്ങളുടെ അമ്പലം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് നാട്ടിൽ ആദ്യമായിട്ട് മിമിക്രിയുടെ വേദി തന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ പരിപാടിക്കാണ്. ഞങ്ങളുടെ നാട്ടിലെ പാലത്തറ എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ വിളിച്ച് ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി 13 ജനക്കൂട്ടത്തിന് നിനക്ക് ഞങ്ങൾ അതെ കൈയ്യടി വാങ്ങിച്ച് അന്നും കുറച്ച് ഇതൊക്കെ നടത്തുള്ളായിരുന്നു, ഐറ്റംസ് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഈ വ്രതത്തിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. പിന്നെ മനസ്സിലായി ഇതൊക്കെ ചെയ്തില്ലെങ്കിലും താൻ അധ്വാനിച്ച് അങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നല്ലേ ഈ വ്രതം പിന്നെ ഒഴിവാക്കി. ഞാൻ പറയട്ടെ, ഇപ്പോൾ അത് ജെസിബി പറഞ്ഞ ഫസ്റ്റ് വ്രതം എടുത്ത ചെറിയ പ്രായത്തിൽ അത് മെച്യൂരിറ്റി ഇല്ലാത്ത ടൈമിൽ എടുത്തൊരു ഡിസിഷൻ ആയിട്ടാണോ അതോ പിന്നീട് വ്രതം ഒഴിവാക്കിയത് ഇങ്ങനത്തെ തോട്ടുകൾ വന്നപ്പോഴാണോ? കലയ്ക്ക് നമ്മളൊരു ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെർട്ടൈസ് വരുമല്ലോ.
എക്സ്പെർട്ടൈസ് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഏതെങ്കിലും സ്പോട്ടിൽ പറഞ്ഞാലും നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അതൊരു മെച്യൂരിറ്റി ഫാക്ടറാണ്. ഒരു മെച്യൂരിറ്റി പ്ലസ് എക്സ്പീരിയൻസ് എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. പക്ഷെ ഇത് തൊണ്ടയിൽ നിന്ന് വരുന്നതും പിന്നെ അപ് ടു ഡേറ്റ് ആവാത്തതും അതിൽ നിന്ന് അമൃതം മാറ്റാനൊരു കാരണമായി. കാരണം എനിക്ക് ദുൽഖർ സൽമാനെ ചെയ്യാൻ അറിയത്തില്ല, ബട്ട് നമുക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ അതായത് മറ്റേ പഴയ കാലത്ത് നമ്മൾ 90s കിഡ്സിന് ഏകദേശം പരിചിതമായിട്ടുള്ള ചില സൂപ്പർ സ്റ്റാർസിനെയും ഒക്കെ കാണിക്കാനായിട്ടൊക്കെ എനിക്കറിയാം. അപ്പം അതിനുശേഷം ഓക്കെ ഇതിനൊരു ഇതില്ല എന്ന് ഇത് കണ്ടതിന് ശേഷം ഓക്കെ ഇപ്പം തന്നെ നമ്മൾ ജനാർദ്ദനെ കാണിച്ചപ്പം ഞാൻ ഒരു മടിയും കൂടാതെ. പക്ഷേ ഞാൻ എന്തിപ്പം പുറത്ത് കൂട്ടുകാരുടെ അടുത്ത് മോശമായ വാക്കുകൾ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടോ കെയർ ചെയ്യാൻ ഞാൻ വന്നിട്ടിരുന്നു. പക്ഷേ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ഭാഗമാണ്. ഞാനിപ്പോൾ അത് വല്ലാണ്ട് കെയർ ചെയ്യുന്നില്ല. നമ്മുടെ സദസ്സുകളൊന്ന് ലൈവാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരും അവരൊക്കെ നിർബന്ധിക്കുമ്പോൾ ഞാൻ കയറി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതാണ്. അതെ, ഞാൻ അന്ന് പെരുന്നാളിൻ്റെ അന്ന് ആണ് സിബിൻ ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് സിബിൻ്റെ അടുത്ത് മിമിക്രി ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ സിബിൻ ഇപ്പോഴും ഞാൻ എൻ്റെ എത്തിസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പേര് കേട്ടോ. എത്തിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സിബിൻ്റെ ഭയങ്കര അഗ്നോസ്റ്റിക് ആയവരേ കാര്യം. പക്ഷെ അവരൊക്കെ ഇങ്ങനെ നല്ല മൂഡിലാവുമ്പോൾ ഓക്കെ ദൈവം ഇല്ല ലൈക്ക് ഒരു എത്തിസ്റ്റ് പേര് ടോക്ക് ചെയ്യും, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, നീ എന്തിനാ ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയും. പക്ഷെ അവർക്കൊരു വയറുവേദന വന്നാൽ പിന്നെ അവർക്ക് അവിടെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതെ, ഞാൻ ഈ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നു വന്ന ക്രിസ്തീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് നാക്കിൽ വരുന്നത് യേശുവേ രക്ഷിക്കണേ എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഞാനിപ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നൊക്കെ വെച്ചിട്ട് ഓ യേശുവേ യേശുവേ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴത്തേന് യേശുവേ എന്ന് പറയും. അപ്പം നിനക്ക് യേശുവിനെ വിളിക്കുക അല്ലേ, കർത്താവ് എന്നുള്ള ഞാൻ പറയും. ഞാൻ ഇപ്പോഴും തള്ളി പറയുന്നു, ഇല്ല ഞാൻ വിളിക്കുന്നില്ല, ഞാൻ അള്ളാന്ന് വിളിച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആരെയും വിളിക്കുന്നില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ തുറന്നു തന്നെ പറയും അവൻ്റെ അടുത്ത്. മിക്കവാറും ഞങ്ങൾ ആർഗ്യുമെൻറ്റ് നടത്താറുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി. പണ്ട് അവൻ ഒട്ടും വിശ്വാസമില്ലായിരുന്നു, ഇപ്പം ഭയങ്കരമായ വിശ്വാസം. ഒരാളുണ്ട്. അപ്പോൾ സ്ഥിരം പള്ളിയിൽ പോവും. പണ്ടത്തെ ഭയങ്കര ഇതായിരുന്നു അതേ വിഷയം. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇതുണ്ടല്ലോ. അങ്ങനെ അവൻ ഇപ്പം ഭയങ്കരമായ വിശ്വാസിയാണ്. പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക. അവൻ്റെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകും. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴത്തേനും ചെന്നിരിക്കും. നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. ഇവിടെയാണോ ഇവിടെ മലയാളത്തിൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് മലയാളം കുർബാന ഇടയ്ക്ക് മലയാളം, അതും ഞങ്ങളുടെ സഭയല്ല, മലയാളി കുർബാന വരാറുണ്ട്. അതും ഓരോ സഭാ വിഭാഗങ്ങളുടെ ആണ് മലയാളി കുർബാന നടക്കാറുള്ളത്. അപ്പം നമുക്കൊരു ഇതിപ്പം നമുക്ക് ഓരോരുത്തർക്കും പണ്ട് നിങ്ങളൊക്കെ മദ്രസയിൽ പോകുന്ന ഒരു സമയമുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് പള്ളിക്കകത്ത് നിന്നിരിക്കുക, ആ ഒരു ഫീലാണ്. അപ്പം ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് പള്ളിയിൽ പോയിരിക്കുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശന്നൊക്കെ ചെന്നിരുന്ന കുർബാനയൊക്കെ കൊണ്ടിട്ട് ആ ഒരു ഇതുണ്ടല്ലോ, ആ കിട്ടുന്ന ഒരു ആംബിയൻസ്, നൊസ്റ്റാൾജിയ സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേനും ഞായറാഴ്ച ഓക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് പോയേക്കാം എന്നുള്ള രീതിയിൽ അവിടെ ചെന്നിരിക്കും. ഓക്കെ ഞാൻ കർത്താവിൽ തന്നെ പറയും, പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, അതായത് കുരിശിൽ പുള്ളി ഉണ്ടെങ്കിൽ ഓക്കെ കർത്താവെ രക്ഷിക്കണമേ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതൊക്കെ പറയും. ആരെയും ഇപ്പം നമ്മളിപ്പോൾ മുസ്ലിം പള്ളിയിലാണെങ്കിലും ഇവിടെ അമ്പലമില്ല, അമ്പലത്തിൽ നമ്മൾ നമ്മുടെ ഓണം നടക്കുന്ന അമ്പലം അവിടെയും പോയിട്ടുണ്ട്, അവിടെയും നെഞ്ചത്ത് കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അഗ്നോസ്റ്റിക് ചിന്താഗതിയിലാണ് പോകുന്നത് ഇപ്പോൾ. തടസ്സം എല്ലാവരും ഒന്ന് തന്നെ. അതെ, ഒന്ന് തന്നെ. ഞാൻ വിളിച്ചാലും സിബിൻ വിളിച്ചാലും നിശിം വിളിച്ചാലും വേറെ ആര് വിളിച്ചാലും എല്ലാവരും വിളിച്ചാൽ കേൾക്കുന്നത്. അതെ അതെ അതെ, ഒരൊറ്റ ദൈവം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക. ഇതിനകത്ത് എന്നാൽ പിന്നെ ഇത്രയും മതങ്ങളും ജാതികളൊക്കെ എന്തിനാണ്? ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇതിലെ പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനി എന്നിട്ട് പറഞ്ഞിട്ട് 10-20 ഡിവിഷനാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനി. ഇതിപ്പോ എല്ലാ മതത്തിലും ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു പുതിയ വേ വരുന്നത് ചില ആൾക്കാർക്ക് ഇത് പറ്റില്ലെങ്കിൽ അവൻ. പക്ഷെ പറഞ്ഞല്ലോ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ കുറേ ഉണ്ട്. ഇത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് പെർസ്പെക്റ്റീവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ പല പല വിഭാഗങ്ങളാവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനങ്ങളുടെ ബേസിലാണ്. അതായത് ഇപ്പോൾ ബൈബിള് ഒറ്റ ഗ്രന്ഥമാണല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സഭകൾക്കും ഒറ്റ ഗ്രന്ഥമാണ് ബൈബിൾ അല്ലേ? ബൈബിൾ ആണ്.
പക്ഷേ ചെറിയ ചുമന്ന ബൈബിള്, ഞങ്ങൾക്ക് കറുത്ത ബൈബിള്. അത് ഓരോ വെർഷൻസ് ആയിരിക്കും. പുതിയ നിയമം പഴയ നിയമം എന്നുള്ള കാര്യത്തിൽ 2 വിഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുതിയ നിയമം മാത്രം നോക്കി, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന് ശേഷമുള്ള കാര്യങ്ങൾ നോക്കി മാത്രം ആരാധനാക്രമങ്ങൾ നടന്ന. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു പണ്ഡിതന്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് ആ പുള്ളി വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ടാവും, അതിന്റെ ഇന്നർ മീനിങ് എടുക്കുന്ന രീതി ഉണ്ടാവും, ഇത് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. അത് ആ സെയിം വേറൊരു പണ്ഡിതൻ ഇതേ സ്റ്റാൻസ വെച്ച് വായിക്കുമ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ഉണ്ടാവും, പുള്ളി അതിന്റെ ഇന്റർമീനിയം എടുക്കുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ലൈനും വ്യാഖ്യാനിക്കപ്പെടുന്ന രീതി അനുസരിച്ച് പല വിഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇസ്ലാമില് അങ്ങനെയാണ് പൊതുവെ ഇസ്ലാമിൽ എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ് വിഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ബൈബിളിൽ നിന്ന് പുതിയ നിയമം പഴയ നിയമം വന്നു. ഈ പുതിയ നിയമം ഇതിന്റെയൊക്കെ ഉത്ഭവം ബൈബിളിൽ നിന്ന്. ഇപ്പോൾ പുതിയ നിയമം ആണെങ്കിലും പഴയ നിയമം അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിൽ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ബൈബിളിൽ നിന്ന് 2 പുതിയ നിയമവും പഴയ നിയമവും വന്ന് പിന്നെ അതിൽ നിന്ന് പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചില പണ്ഡിതന്മാർ ഇന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അപ്പോൾ അത് വേറെ വിഭാഗങ്ങളായി. അപ്പോൾ അങ്ങനെ വിഭാഗങ്ങളായതാണ്. പക്ഷെ ബേസിക്കലി ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഒരൊറ്റ ഗ്രന്ഥത്തിലാണ്. പിന്നെ ഈ കാലഘട്ടങ്ങളായി മാറി വന്ന ചിന്തകളും ചിന്താഗതികളും ഒക്കെ കാരണം ഉണ്ടായി ഉരുത്തിരിഞ്ഞ ഗ്രൂപ്പുകളാണ്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഇന്ന വിഭാഗമല്ല, ബേസിക്കലി നമുക്കൊരു യുക്തി ഉണ്ടാവുമല്ലോ. അതെ, നമ്മളെ യുക്തിക്കനുസരിച്ച് നമുക്ക് ഒരു സ്റ്റാൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ 2-3 വിഭാഗങ്ങളുടെ ആ ഒരു വ്യാഖ്യാനം കണ്ടിട്ട് നമുക്ക് ഇതിൽ ഏതാണ് ശരി, നമുക്ക് നമ്മളെ യുക്തിയിൽ ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമല്ലോ. ആ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളൊരു സ്റ്റാൻഡാണ്. അതെ, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം, പിന്നെ എന്താണ് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തണം. ഇപ്പം ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചോട് എന്തെങ്കിലും രീതിയിൽ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഇതിനകത്ത് ഇപ്പം കാറുണ്ട്, അപ്പോൾ അതിനകത്താണ് യാത്ര ചെയ്യുന്നത്. പണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു യാത്ര ചെയ്യുന്നത്. പാത്രം കഴുകുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ട സമയത്ത് അന്ന് ടിപ്പ് കിട്ടുമ്പം പിന്നെ ഞാൻ അതിൽ നിന്നൊരു തുക കൊടുക്കുമായിരുന്നു ഹോംലെസ്സിന്. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫുഡ് എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ റോഡിൽ ഇരിക്കുന്ന ഹോംലെസ്സിന് ഞാൻ കൊടുക്കും. മിക്കവാറും ഒരു സ്പോട്ടിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കുറേ നാളായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഈ ഒരു മനസ്സിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, വിശ്വാസങ്ങൾക്കും ആ ഒരു ഇതൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത് ശീലിച്ച് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് എൻ്റെ ചിന്താഗതികൾ. ഇപ്പം ഇന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അത് അന്ന് ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ഉള്ളിലുണ്ടായിരുന്നോ? ലൈക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് ഞാനതിൽ എന്തോ മുമ്പ് ചെയ്ത ഇന്ന് വരെ എനിക്ക് പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു നേരം പട്ടിണി കിടക്കണം. അതെങ്ങനെ വിശ്വസിക്കാറുണ്ടോ? അത് ദൈവം എനിക്ക് തന്നൊരു എന്തോ ഞാൻ ചെയ്തതിലല്ല, എന്തോ അത് സംഭവിക്കുന്നു. മേ ബി നാളെ സംഭവിക്കാം, ഞാൻ പട്ടിണി കിടക്കാൻ സാധ്യത ഉണ്ടാവും. മേ ബി ഇതിലേറെ മാരകമായിട്ട് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ ഇത്രയും നാൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അതിൽ നിന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ടഫ് ടൈം, അതായത് ഈ ജോലി വിട്ടിട്ട് നിൽക്കുന്ന സമയത്ത് വളരെയേറെ ദുരിതം അനുഭവിച്ച, മാനസികമായിട്ട് ഒക്കെ ദുരിതം അനുഭവിച്ച സമയങ്ങളുണ്ടായിരുന്നു. അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫുഡ് സ്റ്റോക്ക് ചെയ്യും, ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് നമ്മളിങ്ങനെ. പക്ഷേ അത് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ തീരാറാവുമ്പം ഒരു സമയമുണ്ട്, പിന്നെ നമ്മൾ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥ വരുമല്ലോ. പ്രീമിയം പ്രൊഡക്ട്സ് ഉപയോഗിച്ച ഞാൻ ബ്രൗൺ ഷുഗർ, ബ്രൗൺ റൈസ് ഇതൊക്കെയായിരുന്നു ജോലി കിട്ടിയൊന്ന് അപ്ഗ്രേഡ് ആയപ്പോഴത്തേനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ബ്രൗൺ റൈസും ബ്രൗൺ ഷുഗറുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കാരണം അന്നൊരു ചിന്ത മറ്റേ ഹെൽത്തി റൈസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിന് വില കൂടുതലാണ്, ബ്രൗൺ ഷുഗറിന് വില കൂടുതലാണ്. ഞാനും വീട്ടിലത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോഴും നമുക്ക് ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു റെഡ് ലൈൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് നിയമത്തിനെ പേടിയുണ്ടാവും, നമ്മളെ പാരൻസിനെ പേടിയുണ്ടാവും, അതിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ ലാസ്റ്റ് ലൈനിലുണ്ടാവും ഓരോ ലൈനാണ്. നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ സിബിന് അങ്ങനെ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടോ? ലൈക്ക് ഒരു റെഡ് ലൈന്, ആ ലൈന് ക്ലോസ് ചെയ്യാതിരിക്കുക, ലൈക്ക് ദൈവത്തിനെ പേടിച്ചിട്ട്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്? അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പം എന്താണ് തെറ്റ് എന്ന് പറയുമ്പം ഇപ്പം എന്താ
ഒരാളെ ചീറ്റ് ചെയ്യുന്നത്, മനസ്സിനെ വേദനിപ്പിക്കുന്ന വേറൊരാളെ. ദൈവത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇല്ല, അതായത് നേരത്തെ പറഞ്ഞ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എന്നൊരു സാധനം വെച്ചിട്ട് ചെയ്യും. ഈ ഇപ്പം നമ്മൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ എമ്പതി എന്ന് പറയുന്ന ഒരു സാധനത്തെ ഞാൻ വളരെ അതെ ആസിഫ് അലി ഫാൻസ് അസോസിയേഷൻ സോ ആ ഒരു എമ്പതി ഞാനിപ്പോൾ ഇൻ്റർവ്യൂസിന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഞാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനകത്ത് ചോദിച്ചു ഓക്കെ ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ സിറ്റുവേഷൻ ദാറ്റ് യു ഡോണ്ട് ലൈക്ക് ഇൻ എ കമ്പനി അറ്റ്മോസ്ഫിയർ ആൻഡ് യു വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് വൺ, സോ വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക്. ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള ഇതായിരിക്കും ഞാൻ പറയും. അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബീങ് എംപത്തറ്റിക്. ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ മനസ്സറിയുക എന്താണെന്ന്. ചിലപ്പം പുട്ട് യുവർ സെൽഫ് ഇൻ ദ സെയിം ഷൂസോ അങ്ങനെ എന്തൊരു ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഞാൻ പണ്ട് ദേഷിക്കത്തില്ല, ഞാനങ്ങനെ മിക്കവാറും ദേഷിക്കില്ല, ഞാൻ ചിരിച്ച് ഇങ്ങനെ നിൽക്കും. കാരണം നമ്മളൊന്ന് ദേഷിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഫീൽ എങ്ങനെയാകും. അല്ലെങ്കിൽ ഇപ്പോൾ 5 പേര് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേന് 5 പേരുടെ മുമ്പിൽ അയാൾക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, സോ അത് നമ്മൾ നോക്കും. അതുകൊണ്ട് എമ്പതി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഇതാണ് ഞാനും കൽപ്പിക്കാറുള്ളത്. അത് ദൈവത്തിൻ്റെ ഇതല്ല, നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത്. സിബിൻ എന്ന വ്യക്തിക്ക് ആ ഒരു അത് മാത്രം പോകാനുള്ളൊരു ഇതുള്ളൂ. ഇപ്പോൾ ലൈക്ക് ചിലപ്പം സിബിൻ എന്ന വ്യക്തി ചെയ്യുന്ന ഒരു തെറ്റിൻ്റെ ഒരു ലൈൻ ഉണ്ടാവും സിബിന് അറിയാം, അതൊരു മനുഷ്യത്തിൻ്റെ ലൈനാണ്. ബട്ട് ദർ ആർ പീപ്പിൾ ലൈക്ക് ടെററിസ്റ്റിൻ്റെ ഇതെടുത്ത് വെക്കുക, ചിലപ്പം ടെററിസ്റ്റ് ആവണം എന്നൊക്കെ അറിയുമ്പോൾ ചില ആൾക്കാർക്ക് നീ പോയി ഇത്രയും ആൾക്കാരെ കൊല്ല്, അവിടെ ഓനക്ക് ഗവൺമെൻറ്റിനെ പേടിക്കണ്ട, ഓനും ചിലപ്പം സൂയിസൈഡ് ബോംബ് വെച്ച് കൊല്ല് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് അവനെ ലാസ്റ്റ് റെഡ് ലൈന് വരുന്നത് ചിലപ്പം ദൈവത്തിനോടുള്ള പേടിയാവാം, ഇത് ചെയ്യേണ്ടത് തെറ്റാണ്, ഇത്രയും കുട്ടികൾ മരിക്കാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവാം. അപ്പോൾ സിബിൻ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടാവാം, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. ദൈവത്തിനെ പേടിച്ചതുകൊണ്ട് ഒരു റെഡ് ലൈൻ വരക്കുന്ന ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊരു സംഭവം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ഒരു ലൈക്ക് ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചോ, ഇതാരും കാണുന്നില്ലല്ലോ, ഗവൺമെൻറ്റ്സിൻ്റെ ക്യാമറാസ് എല്ലായിടത്തും ഇല്ലല്ലോ, നിയമമില്ലല്ലോ, ഈ ആൾക്ക് ഇയാളെ കൊന്നുകാണ്ട് ഒരു സൂട്ട് കേസിലിട്ടിട്ട് അതൊക്കെ ഒരു ചിന്താഗതിയുടെ ഒരു ഭാഗമാണ്. അത് ചെയ്തേക്കാം, അല്ലെങ്കിൽ അത്രയും റഫ് ആൻഡ് ടഫായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഈ DJ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ക്ലബ്ബുകളിലൊക്കെ ബൗൺസേഴ്സൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവന്മാരെങ്ങനെ കഴുത്തിന് പിടിച്ച് ചോക്ക് ചെയ്തുകൊണ്ട് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതെന്ന്. നിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കാണാറുണ്ടാവും. നമ്മളിങ്ങനെ കാണാറുണ്ട്, വലിച്ചഴിച്ച് ഇങ്ങനെ നിരക്കി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ 2 കണ്ണുകൾ ഇങ്ങനെ പുറത്ത് വരും. അവരുടെ ഹ്യൂമാനിറ്റിയുടെ ലൈൻ എവിടെയാണ്? ഞാനത് ആലോചിക്കും, ഇത് എന്ത് ഇതിലാണ് ഇവൻ ഒരു പരിചയമില്ലാത്ത ഒരുത്തിനെ വലിച്ചഴച്ച് പറ്റുമെന്ന് 2 ഇടിയും കൊടുക്കും മൂക്കിന് അവര്. 2 കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് പിടിച്ച് തെള്ളിയാൽ മതി. പക്ഷെ ഇവന്മാര് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവനെ വേദനിപ്പിച്ച് ആയുഷ്കാലം മുഴുവൻ എന്തൊക്കെ നീറ്റലും വേദനയും കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ടായിരിക്കും ഇവർ വലിച്ചെടുത്തിട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യന്മാരുടെ സാഹചര്യവും ചിന്താഗതിയൊക്കെ വെച്ചിട്ടാണ് ഓരോ ഹ്യൂമാനിറ്റി ആയാലും ഓരോ ബോർഡർ ലൈൻ ആയാലും അവർ വരയ്ക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തേക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ. എനിക്കറിയാം, അതിപ്പം നമ്മൾ ഓരോരുത്തരെ പറ്റി ചിലവർ ഇപ്പം ഈ പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതെ, അപ്പം അതിനകത്തൊരു സന്തോഷമാണ് അവർക്ക്, അതിനകത്ത് വളരെയധികം സന്തോഷമാണ് അവർ കണ്ടെത്തുന്നത്. മറ്റുള്ളവർ നരകിക്കുക, നമ്മൾ അതിലൂടെ അകപ്പെട്ടു പോകും. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരാളായിട്ട് നടക്കുകയാണെങ്കിൽ, ലൈക്ക് നമ്മൾ ഇപ്പോൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് അവരാണ്ട് പോകുമ്പോൾ അവർ നമ്മളറിയാതെ അതിലോട്ട് ഡ്രാഗ് ചെയ്യും, നമ്മളെ ഡ്രാഗ് ചെയ്തിടും ഇതിനകത്ത്, നമ്മളും അറിയാതെ പറഞ്ഞു പോകും ചില കാര്യങ്ങൾ. അതെ ഈ ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളാണ്, നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് അല്ലേ. അതെ, ആ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ അറിയത്തില്ല. നമ്മൾ അഡ്ജസ്റ്റ് ആയി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അതാണ് സിബിൻ പറഞ്ഞു ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒരു, അതായത് വേണ്ട എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്നൊരു കഥ. ഞാൻ പണ്ട് ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഗേൾ ഫ്രണ്ട് എന്നും പറയാറായിട്ടില്ല, പക്ഷേ തുടക്കകാലത്ത് ഞാൻ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
ഡോമിനേഷൻ, അല്ലെങ്കിൽ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു. നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഡോമിനേഷൻ, പൂർണ്ണ ഡോമിനേഷൻ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സ്ഥലത്ത് കുറ്റവാളികളാക്കുക എന്ന് പറയുക. അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ്, അവർ പറയുന്നതെല്ലാം ശരി. നമുക്ക് പ്രാവീണ്യമുള്ള മേഖലകളിൽ പോലും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം അവിടെ അവർ എങ്ങനെയോ അത് വളച്ചൊടിച്ച് നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കും. ആ ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യം ഞാനത് പറയാന്നെങ്കിൽ ഇപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻ വിടാനും പറ്റില്ല. ആ ഒരു സ്റ്റേജ് ആയിരുന്നു അന്ന്. അതാണ് എക്സാക്ട്ലി ടോക്സിക് റിലേഷൻ. അതായത് ഇത് പ്രശ്നമാണെന്ന് നമുക്കറിയാം, നമുക്കിതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ നമുക്കിത് വിടാനും പറ്റില്ല. അതെ, ആ ഒരു സ്റ്റക്കായി പോകും. അതെ, സ്റ്റക്കായി പോയിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ മാറ്റിക്കളയും. നമ്മൾ സംസാരിക്കുന്ന രീതി, ഇടപെടുന്ന രീതികൾ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മളെ മാറ്റിക്കളയും. നമ്മളപ്പം അറിയത്തില്ല അത്. നമ്മൾ ഈ മൈക്രോ ഇങ്ങനെ പതിയെ 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 ചേഞ്ചസ് എല്ലാം വന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നമ്മളോട് അടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കും, നിനക്കെന്താ പറ്റിയേ എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരുപാട് വലിയൊരു മാറ്റം സംഭവിച്ചിട്ട് നമുക്ക് മനസ്സിലാവുക. അതെ, അതെന്നിട്ട് മനസ്സിലാക്കിയ ബ്രേക്കപ്പിന്റെ ശേഷമാണോ പിന്നോട്ട് തിരിഞ്ഞു? അയ്യോ, ഓടി രക്ഷപ്പെട്ട് അതെ, ഓടി രക്ഷപ്പെട്ടതാണ്. നമുക്കൊരു നാട്ടിൽ നിന്ന് ഇവിടെ അതൊരു വെള്ളക്കാരിയായിരുന്നു. അതെ, അപ്പോൾ നമുക്കതിൻ്റെ കൾച്ചറൊന്നും അറിയത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് അങ്ങനൊരു റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് പെടാൻ ഞാൻ മുതിർന്നിട്ടില്ല. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് മാനിപ്പുലേഷൻ. ഈ ഞാൻ കണ്ട വൈറ്റ് ഗേൾസിനെ ഡേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ അവരൊരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ രീതിയാണ് ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ എവിടെയോ നമ്മൾ ഇന്ത്യക്കാരൊരു തേർഡ് നേഷനായി കാണുന്നത് പോലെ. എൻ്റെ ഒരു ഫ്രണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. അത് അവൻ പറഞ്ഞത് വെച്ചാൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ബ്രേക്കപ്പ് ആയി. പക്ഷെ ഇതാണ് അവരൊരു റിലേഷൻഷിപ്പിലായി, അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചൊരു കഴിഞ്ഞപ്പോൾ അവളുടെ കൾച്ചറിലേക്ക് ഇവനെങ്ങനെ വലിച്ച് കൂടുതലും ഇവൻ്റെ കൾച്ചറിൽ നിൽക്കാൻ ശ്രമിക്കാണ്ട് കൂടുതലും അവരുടെ കൾച്ചറിലേക്ക് വലിച്ചിടുന്ന പോലെ അവന് ഫീലായി. അതായത് രണ്ടുപേരും കൂടി ഒരു കോമൺ ഗ്രൗണ്ട്സിലേക്ക് വരാതെ അവളുടെ കൾച്ചർ ഫുള്ളി ഫോളോ ചെയ്യുന്നു, ഇവൻ അത് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ലെവലിലേക്ക് അവൾ ഒരിക്കലും അവൻ്റെ ഒരു കൾച്ചറിലേക്ക് വരിക അല്ലെങ്കിൽ കോമൺ ഗ്രൗണ്ട്സിലേക്ക് എത്തുന്നതാണല്ലോ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. കോമൺ ഗ്രൗണ്ട്സിലേക്ക് എത്താണ്ട് ഫുള്ളി ഈ ഒരു റിലേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ അവനതൊരു ഫീലായി, അവനൊരു ബാഡ് അടിച്ചു. അങ്ങനെ അവൻ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ ബ്രേക്കപ്പ് ആയി. അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രണ്ട്. ഞാൻ ഇത് കൾച്ചറിലോട്ട് വലിച്ചടിപ്പിക്കുന്നു പറയുമ്പോഴത്തേന് ഞാൻ കുറച്ച് നാൾ ഒരു ടർക്കിഷ് ഏരിയായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ടർക്കിഷ് ഫുഡ് ഉണ്ടാക്കിയത് ഇതാണ് ഹെൽത്തി എന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞിട്ട് ഓക്കെ കഴിക്കും. നമ്മൾ മലയാളിയില്ലേ, എത്ര എന്ന് പറഞ്ഞിട്ടാ ഈ കെഫീറും അതും യോഗട്ടും ചോറ്, പിന്നെ അവരുടെ ബുൾഗുർ എന്നൊക്കെ പറയുന്ന റൈസ്. അതെ അതെ അതെ. അപ്പോൾ ഇതൊക്കെ കഴിക്കുക. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കൊതി. ഞാൻ പറഞ്ഞു ചിക്കൻ കറി. അല്ലല്ലല്ല, ലിവിങ് ടുഗദർ ഒന്നല്ലായിരുന്നു, അന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ കറി ഒന്ന് കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി തരാം. അതെ, ഇത് ഞാൻ കട്ട് ചെയ്തു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. ഞാൻ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ ക്യാപ്സിക്കമായിട്ട് വരുന്നു ചിക്കൻ കറിയിലിടാൻ. എന്നിട്ട് അതായത് ഫോഴ്സ് ചെയ്യുകയാണ്, ഞാൻ അങ്ങനെ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. ഞങ്ങൾ ഇങ്ങനെയാണ് ചിക്കൻ കറി. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ചിക്കൻ കറിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, വൈ സിബിൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ആ ഒരു രീതിയിൽ അവരുടെ ചിക്കൻ കറി ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ ഇത് കഴിച്ചാൽ മതി, ഇത് ശീലിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അന്ന്. എല്ലാരും അങ്ങനെയല്ല കേട്ടോ, എല്ലാരും അങ്ങനെയല്ല. ഞാൻ പറയാം ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടെന്ന് പറയാം. ബേസിക്കലി എല്ലാരും അങ്ങനെ കാണരുത്. നല്ല
ഇപ്പൊ ഇവിടെ പോളിഷുകാരായിട്ട് റിലേഷൻ മലയാളീസ് ഒരുപാട് പേര് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഫുള്ളി ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുന്ന വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഫുള്ളി പോളിഷ് കൾച്ചറിൽ നിന്ന് മാറി അവർക്ക് ഇന്ത്യൻ കൾച്ചറിൽ ജീവിച്ചാൽ മതി, ഇന്ത്യൻ ഫുഡ് മതി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യൻ കൾച്ചറിനെ ആ ഒരു പഴയ കൾച്ചറും അതൊക്കെ കണ്ടിട്ട് ഇതൊരു നല്ലൊരു വാല്യൂബിൾ ആയ കൾച്ചറാണ് കാണുന്ന ആൾക്കാർ. അപ്പൊ സിബിൻ എക്സ്കേപ്പ് ആയത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ലാംഗ്വേജ് ബാരിയറിന്റെ കാലം എക്സ്കേപ്പ് ആയി, പിന്നെ മെട്രിക്സ് അതായത് ജോലിയുടെ കാര്യത്തിൽ അത് എക്സ്കേപ്പ് ആയി. അപ്പോൾ സിബിൻ കംപ്ലീറ്റ്ലി ഫ്രീ ബേർഡാണ്. ഓക്കെ, അപ്പോൾ നല്ല നോയ്സ് ഉണ്ടാവും. എനിക്ക് നമ്മളെ ഈ ഒരു എപ്പിസോഡിന്ന് വ്യൂവേഴ്സിന്റെ അടുത്ത് എനിക്ക് അവര് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ CBP പറഞ്ഞ പോലെ തന്നെ എവിടെയും ഒരു ടെക്നിക്കലി ഇത് പഠിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചതോ അതേപോലെ തന്നെ DJ പഠിച്ചതോ ഇങ്ങനെ MC ചെയ്യാൻ പഠിച്ചതോ ഒന്നും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ബേസിക്കലി അവൻ സ്വന്തം അവൻ്റെ താല്പര്യങ്ങളിലേക്ക് എത്തി അവൻ ഇപ്പോൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലൊന്നും ഇപ്പം നമ്മളെ വ്യൂവേഴ്സ് ഇത് കാണുന്ന ആൾക്കാരും ഇതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ടാണ് എടുക്കേണ്ടത്. ഞാൻ ബേസിക്കലി അങ്ങനെയാണ് ഈ എപ്പിസോഡ് കാണുന്നത്. അതായത് സിബിനെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും, ഓരോ ഇൻഡിവിജ്വലിനും ഇത് സാധിക്കും. അപ്പം നമ്മളത് നമ്മളെ നീവാൻസ് പോലെ ഇരിക്കും, നമ്മൾ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളത് അച്ചീവ് ചെയ്യല്. ഞാനിവിടെ ഒരുപാട് മലയാളീസിനെ ഇങ്ങനെ വാച്ച് ചെയ്യും. നമുക്ക് പോഡ്കാസ്റ്റിലോട്ട് വിളിക്കാൻ ആരെ പറ്റും? ഒരു യുണീക്ക് ക്യാരക്ടറായ ഒരാൾ വേണ്ടേ? അങ്ങനെ സിബിന് എനിക്ക് അങ്ങനെ തോന്നി. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഞാനിപ്പോ നിങ്ങളെ ഓരോരുത്തരെയും നോക്കി കാണുന്ന ആ രീതിയിലാണ്. എനിക്ക് പ്രവർത്തന പരിചയം ഇല്ലാത്തതും എനിക്ക് അറിവില്ലാത്തതുമായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവാണ്. പക്ഷേ സദസ്സുകളിൽ ചിലപ്പോൾ അത് വെളിപ്പെടുത്താൻ പറ്റാത്തതായിട്ടും അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അങ്ങനെ കുറെ ആൾക്കാരുടെ അടുത്തിരുന്ന് സംസാരിക്കും കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ്. സിബിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്കുണ്ട് സ്റ്റോറീസ്, പക്ഷേ കുറെ ആൾക്കാർക്ക് പുറത്ത് പറയാൻ ഇതില്ല. പിന്നെ അപ്പോൾ നമ്മൾ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കുറേ പറഞ്ഞിരുന്നു. ഇപ്പോഴും കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലും പല രീതിയിലും ഉണ്ട്. 2024 അന്ധവിശ്വാസത്തിൻ്റെ കേസിൽ ഈ അന്ധവിശ്വാസം ഫുള്ളി സബ്ജക്റ്റീവ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് വിശ്വാസമില്ല പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് അത് സബ്ജക്റ്റീവ്, ലൈക്ക് നിങ്ങൾക്ക് അത് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ അന്ധവിശ്വാസമായി തോന്നാം അല്ലേ? അല്ലേ? ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ്, അത് എനിക്ക് അന്ധവിശ്വാസം ആവില്ല. പക്ഷേ സബ്ജക്റ്റീവാണ് നീ അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ സാധനം സബ്ജക്റ്റീവ് അല്ലെന്ന് ചോദിക്കണം. യുക്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത്. പുറമേ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിലോട്ട് പറയുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനി ഇതിനകത്ത് പറയുകയാണെങ്കിൽ കുരിശും ചുമന്നിട്ട് മല കയറുന്ന മുട്ടുവേദനയുള്ള പല ആൾക്കാരുണ്ട്. അതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ യുക്തിപരമായിട്ടുള്ള അതിനത്രയും വേറെ ഇത് പറയുകയാണെങ്കിൽ ദൈവം അത്രയ്ക്ക് സാഡിസ്റ്റാണോ എന്ന് ഞാൻ ചിന്തിക്കും. ഇത്രയും ക്രൂരമായ പീഡനങ്ങളും കഷ്ടതകളും കാണിച്ചാൽ മാത്രമേ ദൈവം കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യൻ്റെ നിലവിളി കേൾക്കത്തുള്ളൂ എന്നൊരു ചിന്ത ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ മുട്ടിലെഴഞ്ഞൊക്കെ വയ്യാത്ത അമ്മച്ചിമാരൊക്കെ. ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ സിബി പറഞ്ഞല്ലോ മുട്ടിലഴിഞ്ഞ് ഇങ്ങനെ കുരിശ് എന്തി പോകുന്ന ഒരാളെന്നുള്ളത്. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇന്ന കാര്യം ചെയ്തു ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തു. അപ്പോൾ എനിക്ക് ദൈവം എന്നെ സഹായിക്കും, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് തരുന്നൊരു കോൺഫിഡൻസ് ഇല്ലേ? ആ കോൺഫിഡൻസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് അത് അന്ധമായ ഒരു കാര്യത്തിന് വിശ്വസിപ്പിച്ചെടുത്ത് മെട്രിക്സ് എന്നൊക്കെ പറയാം. ഇപ്പം എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ പറയുന്നത്, നീ ഇതിനകത്ത് ഇങ്ങനെ വിശ്വസിക്കണം, ഇതാണ് നമ്മളെ രക്ഷിക്കുന്ന ആത്യന്തികമായ ഒരു ശക്തി. നമ്മളിങ്ങനെ നമ്മുടെ ഗുരു എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ. അതെ, ഇനാമ പഴം കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതിനകത്ത് വിശ്വസിച്ചിട്ട് ഇങ്ങനെ പോകണം. പിന്നെ നമ്മുടെ വിശ്വവിഖ്യാതനായ ആൻഡ്രൂ ചേറ്റ് അദ്ദേഹമാണ് ഒരു പരിധി വരെ കണ്ടു തുറപ്പിച്ചത് പുള്ളിക്കാരനാണ്. മെട്രിക്സ് എന്താണ് ആ ഒരു പാറ്റേൺ, ഇതെല്ലാം നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഫ്രീ തിങ്ക് അല്ലെങ്കിൽ ഫ്രീ തോട്ട്സ് അത് നമ്മൾ ബൂസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. ഇപ്പോൾ ഒരാൾ നീ ഇതിനകത്ത് വിശ്വസിക്കുക, അതിൻ്റെ എല്ലാം ബേസാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്. ക്രിസ്ത്യാനി ആൻഡ് സബ് ഡിവിഷൻസ്, അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചത് അങ്ങനെയാണ്. അതായത് എന്താണ്, ആരെ വിശ്വസിക്കണം? കന്യാമറിയത്തിന് വിശ്വസിക്കണോ? ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണോ? അപ്പം അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ചിന്തിക്കുക. അപ്പം സിമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ കോൺഫിഡൻസ് തരുന്ന ഒരു സാധനം. അപ്പം ദൈവം ഇത്രയ്ക്ക് സാഡിസ്റ്റാണ്? എൻ്റെ വേദന കണ്ടിട്ട് ചിരിച്ച് ഓക്കെ 2 കിലോ അനുഗ്രഹം നീ വെച്ചോ,
നിന്റെ പ്രശ്നം ഇപ്പൊ മാറും എന്നുള്ള രീതിയിൽ. ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, എന്റെ വ്യക്തിപരമായ അതായത് സിബിൻ ആ ഒരു വ്യൂലാണ് കാണുന്നത്. സിബിൻ പറഞ്ഞ കാര്യം ഒരു സെൻസിബിൾ ആണ്, നിസിൻ പറഞ്ഞ കാര്യങ്ങളും സെൻസിബിൾ ആണ്. അതെ, അപ്പോൾ ഓരോരുത്തർക്ക് ഇതിൽ വ്യൂ ആണ്, അതിപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ച് കാണും. ഇപ്പോൾ സിബിൻ നാളെ മാറിയേക്കാം, നിസിൻ നാളെ മാറിയേക്കാം, പറയാൻ പറ്റില്ല നമുക്ക്. അവർക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇരിക്കും. നമ്മളിപ്പോൾ ഈ അന്ധവിശ്വാസം നോക്കുകയാണെങ്കിൽ നിഷിൻ പറഞ്ഞല്ലോ, നിഷിൻ ചെയ്യുന്നൊരു കാര്യം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അന്ധവിശ്വാസം നീ എൻ്റെ അടുത്ത് പറയാണ് ഇത് ഇങ്ങനെ ചെയ്യാം, രാത്രി നഖം വെട്ടിയാൽ അത് നല്ലതല്ല, അത് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, അത് നീ എൻ്റെ അടുത്ത് നീ അത് ചെയ്തുകൊണ്ടിരിക്കണ്ടാവും, രാത്രി നഖം വെട്ടാത്ത ആളാവും. പക്ഷെ നീ ആരോടും പറയുന്നുണ്ടാവില്ല, നിങ്ങളെ രീതിക്ക് പോയിക്കോ, നഖം വെട്ട് എന്ത് വേണമെന്ന് ചെയ്യുക. പക്ഷെ ഞാൻ ചെയ്യില്ല, അവിടെ എനിക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നില്ല അത്. പക്ഷെ നീ എൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനെ ചെയ്യരുത്, അപ്പൊ അത് അന്ധവിശ്വാസമായി. ഞാനതാ വിശ്വസിക്കുന്നത്. നഖം വെട്ടിയ രാത്രി നഖം വെട്ടിയ കാലും മുറിയും കാണാൻ പറ്റത്തില്ല, അങ്ങനെ എന്തോ ഒരു സ്കീം. പിന്നെ അതേപോലെ കിടക്കുന്ന കുട്ടിയുടെ മുകളിലൂടെ ചാടി കടന്നിട്ടുണ്ടെങ്കിൽ കുട്ടി വലുതാവില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കട്ടിലിരുന്ന് കാലാട്ടം, ചെറിയ കുട്ടി കാട്ടിലിരുന്ന് കാലാട്ടായിരുന്നു. അത് പണ്ടത്തെ അമ്മൂമ്മമാര് കോളാമ്പി തട്ടിമറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. എന്നാണിത്, ചൂളമടിച്ചാൽ പാമ്പ് വരും, പാമ്പിന് ശരിയുണ്ടോ? ഞാൻ പണ്ട് കുറുന്തോട്ട് കെട്ടിയിട്ട് സ്കൂളിലും മദ്രസിലും പോകുമ്പോൾ അടി കിട്ടില്ല ആർത്തിയിട്ട് ഒരു കൈയോട്ട്. ഞാൻ രാവിലെയൊക്കെ മദ്രസിൽ പോകുമ്പോൾ കെട്ടിയിട്ടൊരു സംഖ്യ. അപ്പൊ ഞാൻ അതായത് പുതിയ കുറുന്തോട്ടിയുടെ ഇത് കിട്ടണം, ആ ഒരു ഇല കിട്ടണം. അപ്പൊ നോക്കുമ്പോ എല്ലാതും കെട്ടിയിട്ടുണ്ടാവും. ഇവന്മാരിതൊക്കെ കെട്ടിയല്ലേ എവിടുന്ന് കണ്ടുപിടിച്ച് കെട്ടിയിട്ട് പോകും. ഇതേമാതിരി വളരെ പോപ്പുലർ ആയ സാധനം ഒറ്റമൈന. ഒറ്റമൈനയാണ് എന്നും ട്രെൻഡ്, എല്ലാ കാലവും വളരെ പോപ്പുലർ സാധനം ഒറ്റമൈനന്റെ. എനിക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്. 8 മണിക്ക് അവിടെ ചെല്ലണം. ഞാൻ ഈ മറ്റേ കറക്റ്റ് സമയത്ത് എത്താത്തൊരു വ്യക്തിയാണ്. പോഡ്കാസ്റ്റ് ഞാൻ ഇത്തിരി ലേറ്റായി. ആദ്യമായിട്ടാട്ടോ പോഡ്കാസ്റ്റിൽ ഒരു ഗസ്റ്റ് ലേറ്റായി വരുന്നത്. ഞാൻ വേറെ ഇതുണ്ടായിരുന്നു, അങ്ങനെയാണ് ലേറ്റ് ആയത്. അപ്പോൾ രാവിലെ 8 മണിക്കുള്ള ഇതാണെങ്കിൽ ഞാൻ വീട്ടിൽ ഉറക്കം എഴുന്നേക്കണോ എന്ന് ചിന്തിക്കുന്നത് 7:30-ക്കാണ്. അല്ലെങ്കിൽ അങ്ങനെ ടപ്പടപ്പേന്ന് റെഡി ആയിട്ട് ഒരൊറ്റ ഓട്ടം. അന്ന് 2 മൈനെ കണ്ടു. എന്ന് 8 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ 8:05 അല്ലെങ്കിൽ 8:07 ആ ഒരു സമയത്താണ് മറ്റേ കാട്ടുകുളം എന്ന് പറയുന്നൊരു ബസ് ഉണ്ട്, അതിനകത്ത് ഓടിക്കേറി ചാടിക്കേറി അവിടെ ചെല്ലുമ്പോഴത്തേനും 2 മൈനെ കണ്ടാലും പുള്ളി പറത്തി എടുത്തിട്ട് അടിക്കും. ഇരിക്കാൻ പറ്റാത്ത രീതി ചന്ന പിന്നെ അടിച്ചു പൊട്ടിക്കും. അതൊക്കെ ചുമ്മാതാണ്. ആ 2 മൈനെ കണ്ടാലും. എനിക്ക് എൻ്റെ പണ്ട് സ്കൂളിൽ പഠിക്കും 6ാം ക്ലാസ് 5ാം ക്ലാസ് ഇതേമാതിരി ഫ്രണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ എത്തും. അപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ് ആദ്യം വരുന്ന സ്കൂൾ ബസ്, അപ്പോൾ നേരത്തെ എത്തും. രാവിലെ വിളിച്ച് കാണിച്ചിരുന്നു ഒറ്റമൈന ഇതാവരെ. ഞാൻ പറയും എന്തിനാ അയ്യോ കണ്ടു, എന്തിനാ എന്നെ കൂടെ കാണിക്കുന്നത് ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ രീതിയിലൊരു ഇതാവുന്ന. അതേപോലെ ചിരിച്ചാൽ ആയുസ് കൂടും, സിഗരറ്റ് വലിക്കുന്നതിന് കുറയും. അപ്പൊ ആരോ ചോദിച്ചു സിഗരറ്റ് വലിക്കുമ്പോ ചിരിച്ചാ പോരെ, രണ്ടും ബാലൻസ്. ചിരിച്ചായുസ് കൂടുന്ന എന്തൊക്കെ സയന്റിഫിക് ബാക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ. അതെന്താ വെച്ചാൽ എത്രത്തോളം സന്തോഷവാനായിരിക്കും ലൈഫ് ടൈം പറ്റത്തില്ല. ജീവിതം അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് അങ്ങനെ ആയിരിക്കും. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പായി നമ്മൾ സക്സസ് അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കുമ്പോൾ തലവേദനകൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പരിമിതികളില്ല ആക്ച്വലി. ആ ഒരു മൊമെന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഹോർമോണൽ ഇത് അതാണ്. അതിനുശേഷം അതേപോലെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ള സന്തോഷം, ആ ഒരു സന്തോഷം അതാണ്. അല്ലാതെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇല്ല. സത്യം അങ്ങനെയാണ്. അതേപോലെ അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ചെറിയ രീതിയിലുള്ള അന്ധവിശ്വാസം. അപ്പോൾ നമ്മളെ നാട് എന്ന് പറഞ്ഞ സദ്യയൊക്കെ സിസ്റ്റം ഉണ്ടായിരുന്ന അതാ. ഇപ്പം നരബലി. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലൊരു ഉസ്താദ് മരിച്ചാളെ എണീപ്പിക്കാറിനാണ് മരിച്ചാളെ ബോഡിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അമ്മ അതൊക്കെ ഈ നടക്കുന്ന 2020, 2022 കാലങ്ങളിലാണ്. വൈദികൻ ഉസ്താദ് എന്തോ അതുപോലെ ഒരു മയിൽപ്പീലിയുടെ തലക്കടിച്ചിട്ട് തോക്കൊണ്ട് വെടിവെച്ചിട്ട് ഒരു വീഡിയോ പോലെ ഭയങ്കര സാധാ ഗണ്ണില്ലേ ഈ പൂരപ്പറമ്പിൽ കിട്ടുന്നത്, അത് വെച്ച് വെടിവെച്ചിട്ട് അസുഖം മാറ്റുന്നത്. ഇതിന്റെ ഒക്കെ ഡാറ്റ ഇവരൊക്കെ ഉണ്ടാക്കേണ്ട ഇൻകം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക $1 ബില്യൺ ബിസിനസ്. $1 ബില്യൺ. നമ്മുടെ ട്രാൻസ് പടം
ട്രാൻസ് പടത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട്. എൻ്റെ മമ്മി വിശ്വാസിയാണ്. മമ്മി എന്നെ പണ്ടൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകായിരുന്നു. അതായത് പുള്ളി ദൈവം ഇവിടെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോസിൽ കാണുന്ന തന്നെ പുള്ളി ഇങ്ങനെ ദൈവം ഇറങ്ങി ഇവരേക്ക് ആണ്ട് ഇവിടെ നിങ്ങളിലേക്ക് കൈ തോന്നുന്ന പുള്ളിക്കാരൻ വന്ന് വരുമ്പോഴത്തേനും പെട്ടക്കല് മറ്റേ അവർ പെട്ടക്കല് ഞാൻ കണ്ടിരുന്നു അത്. എന്നിട്ട് പിന്നെ സിബി ഇതിന് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അപ്പൊ സിബി അമ്മ പറയുമ്പോ അത് വിശ്വസിക്കാറുണ്ടായിരുന്നു? കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു കിക്കാറ്റ് വാങ്ങിച്ചു തന്നിട്ട് മമ്മി ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ മമ്മി വന്നിട്ടിരുന്ന് ഇങ്ങനെ ഇപ്പോൾ കൈയടിച്ച് ഇപ്പോൾ ഓർക്കുമ്പോഴത്തേക്ക് ഞാനിത് പ്രാവശ്യം നാട്ടിലെ ലീവിന് ചെന്നപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാം. മമ്മീൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണി പോവാം, എന്നിട്ട് അവിടെ ചെന്ന് മുട്ടയടിക്കാം, അതെൻ്റെ മുടി കണ്ടാലേ അല്ലെങ്കിൽ മുട്ട കണ്ടാലേ മാതാവ് അനുഗ്രഹിക്കത്തുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. കൊല്ലത്ത് വേറൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട്, അപ്പം അവിടെ പോയാൽ എന്താ മാതാവ് അനുഗ്രഹിക്കത്തില്ല, വേളാങ്കണ്ണി തന്നെ ബസ് പിടിച്ച് അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച് അവിടെ ചെന്ന് മുട്ടയടിച്ചാലേ പുള്ളിക്കാരിക്ക് പറ്റത്തുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനൊന്നും പറയല്ലേ അടങ്ങിരി എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നടന്നോ എന്നുള്ള രീതിയിലാണ് മമ്മി സംസാരിച്ചു തന്നത്. അന്ധമായ വിശ്വാസങ്ങളാണ് ഓരോ ഇത്. പിന്നെ ഓരോരുത്തരുടെ ഓരോ രീതി. മമ്മി എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് ഇതുപോലൊക്കെ ചെന്ന് എൻ്റെ മമ്മിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അമ്മമാരെന്ന് പറയുന്നത് അവർ ഇതാണ്, അവരെ വേദനിപ്പിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ്, മമ്മി വളരെ സങ്കടപ്പെട്ടു. ബട്ട് ഒരഡൽട്ട് എന്നുള്ള രീതിയിൽ നമുക്കും ചിന്തകളും തീരുമാനങ്ങളും എടുക്കാനുള്ള ഇതുണ്ടല്ലോ. കുറേ പേര് അങ്ങനെയാണ് ജീവിതത്തിൽ ഇപ്പോഴും. ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വീട്ടുകാരെ പേടിച്ചിട്ടാണ്, വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ആ റിലീജിയനിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. കുറേ ആൾക്കാർ അവർ പുറത്ത് പഠിക്കുന്നവരാവാം, പുറത്ത് വർക്ക് ചെയ്യുന്നവരാവാം, ഒരുപാടുണ്ട് അങ്ങനത്തെ. അവരൊരു ലൈക്ക് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ വിഷമാവോ. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടിയും കൂടുതലും യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ബേസിക്കലി. ഇപ്പോൾ മതത്തിൻ്റെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാണ്ട് കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിച്ചിട്ട് മതപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ബേസിക്കലി അവർ. ഇപ്പോൾ അവർക്ക് അറിയാം ഓക്കെ ഇന്ന ദൈവം ഉണ്ട് എന്നല്ല, ചിലപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ദൈവം ഉണ്ട്, ദൈവത്തിന് വിശ്വസിക്കണം, പക്ഷെ അതിന് ഈ വഴി തന്നെ ഫോളോ ചെയ്യണം എന്നില്ല എന്ന് വിശ്വസിക്കുന്ന കൂടുതലുമാണ് ഇപ്പോഴത്തെ യുവാക്കൾ. ഈ കുറേ ഞാൻ വിശ്വസിക്കുന്നത് കുറേ പേര് ഹിജാബൊക്കെ ഇടുന്നത് ഒരു ഇസ്ലാമിക് ആ ഒരു പടച്ചോനെ പേടിച്ചിട്ടല്ല, വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കുറേ പേര് ഹിജാബ് ഇടുന്നത്. അതാണ്, അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അതെ, എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലെൻ്റെ ഉമ്മാൻ്റെ ഉമ്മാക്കൊക്കെ പേടി, അവർക്ക് സങ്കടാവും ഞാട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഹിജാബ് ഇടുന്നവരുണ്ട്. ശരിക്കും ഇൻറ്റൻഷൻ ശരിക്കും ഇൻറ്റൻഷനിൽ ചെയ്യുന്ന ആൾക്കാർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവാകും ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ സിബിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു റീസെൻ്റ്ലി ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ അതെ ഡ്രാഗ് ക്വീൻസ് ചെയ്തത് ലാസ്റ്റ് സപ്പറിനെ പറ്റിയിട്ട് മോക്ക് ചെയ്തിട്ട്, ക്രിസ്ത്യാനിറ്റിനെ മൊത്തം മോക്ക് ചെയ്തിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിനെ മോക്ക് ചെയ്യുന്നത് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. മൂവീസിലൂടെ ആയാലും ഗെയിംസ്, റാപ്സിൽ എന്താണ് മറ്റേ ആ വോയിസിന്റെ ഒരു പാട്ട് നമ്മൾ റീൽ വരെ ചെയ്തേക്കണം. അതിന്റെ പുള്ളിക്കാരൻ പേരറിയോ? ഒരു ഫുൾ വൈറ്റ് തീമിലൊരു ലിൽനാസ് എക്സ്, ബേബി, അങ്ങനെ കുറേ പേര് മോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഞാനൊരു മുസ്ലിമാണ്, എനിക്കത് ഹിന്ദുസിനെ ചെയ്താലും ക്രിസ്ത്യൻസിനെ ചെയ്താലും എനിക്കത് സങ്കടമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ കുറേ ഞാൻ അറിയുന്ന കുറേ വിശ്വാസികളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ സങ്കടമല്ല. അതെ, ബേസിക്കലി ചിന്തിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് വേദനാജനകമാണ്. അവരുടെ അതെ, അപ്പൊ അവരെ എന്തിനിങ്ങനെ വേദനിപ്പിക്കണം എന്നുള്ള ഹ്യൂമാനിറ്റിയുടെ ഒരു ഇതുണ്ടല്ലോ, അത് നോർമലൈസ് ചെയ്ത് വരുന്നുണ്ട്. എനിക്കൊണ്ട് കൂടുതൽ ക്രിസ്ത്യാനിറ്റിനെ മോക്ക് ചെയ്തിട്ടാണ് ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രതികരിച്ച ആൾക്കാരൊക്കെ എന്നും പ്രതികരിച്ച് മടുത്ത് കുറച്ചായി വരുത്. അങ്ങനെ ഇതൊരു നോർമലൈസ് ആയത് അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള രീതിയിലും പറയാം. മേ ബി ഈ ചെയ്യുന്ന ആൾക്കാർ ലാസ്റ്റ് അതെ, ഇപ്പം നമ്മളൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മാത്രമേ കൂടുതൽ അറ്റൻഷൻ ആ ഒരു സബ്ജക്റ്റിനോ ടോപ്പിക്കിനോ ചെയ്യുന്ന പ്രവൃത്തിക്കോ ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അത്രയും കോൺട്രവേഴ്സ്യലായിട്ടൊരു ഇപ്പോൾ ലാസ്റ്റ് സപ്പർ പാരഡി, ഇപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മേ ബി അവർ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും ഇങ്ങനെ ഈ ഒരു സദം എടുത്ത് ഓക്കെ ഇതിന് വേണ്ടി സംസാരിക്കട്ടെ, ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ പരിപാടികൾ കുറച്ചും കൂടെ ഒന്ന് കൊഴുക്കട്ടെ, ഓക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കട്ടെ, കൂടുതൽ എൻഗേജ്മെൻറ്റ് വരട്ടെ.
എന്നുള്ള രീതിയിൽ ആയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു മാസ്റ്റർ മൈൻഡ് ഇങ്ങനെ തന്നെ തീരുമാനിച്ചത്. What if they are working for someone, for example സാത്താനിക് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി, അവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിലോ, ലൈക്ക് എലൈറ്റ്സ് അതെ ഒരു റിച്വൽ ആയിരിക്കും ഇത്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമ്മള് സാത്താനിക്കിന്റെ ഇലുമിനാറ്റിന്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞാണ് ഈ ബേസിക്കലി ഇങ്ങനത്തെ ആഡ് കോൺട്രാക്ട്സ്, ഇങ്ങനത്തെ വലിയ വലിയ കോൺട്രാക്റ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ ഒരുപാട് ആഡ് കോൺട്രാക്ട്സുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവരുടെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കാം ബേസിക്കലി. അതായത് ഒളിമ്പിക്സിന് നടത്താനും കാര്യങ്ങൾക്ക് ഫണ്ട് വേണം, അതിന് ആഡ് റൺ ആവണം, അപ്പോൾ ഫണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വലിയ കമ്പനീസായിട്ട് ആഡ് കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് അവർക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അതെ, അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ LGBTQ അജണ്ട പോലെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാരഡോക്സ്, ഇത് ഇങ്ങനെ പല അജണ്ടകളും അവർ നടത്തിയെടുക്കാൻ ഇത് ഉപയോഗിക്കുന്നുള്ളതാണ്. അതെ അതെ. ഇതിപ്പോൾ ഇപ്പോൾ LGBTQ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പേര് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ഞാനും അതിനായിട്ട് എതിരാണ്. ആക്ച്വലി ഞാനും അതിനെ അജണ്ടക്കെതിരെ, അതിന്റെ പൊളിറ്റിക്സ് പൊളിറ്റിക്സിനെതിരെ ഒരാൾക്ക് എന്ത് വേണമെങ്കിലും അവരെ ഇഷ്ടം പോലെ. ഇപ്പം ഐ ഐഡന്റിഫൈ ആസ് എ ബ്ലാക്ക് വുമൺ എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റൂല. റീസെന്റ് ഒരു ബസ്സിന്റെ ഒരു ഇത് കണ്ടു. ആ ബസ്സിന്മേ എഴുതി വെച്ചേക്കുന്നത് ഐ ഐഡന്റിഫൈ ആസ് എ ട്രെയിൻ. അങ്ങനെ ആ ബസ് PS മോർഗൻ്റെ ഒരു ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ഫെമിനിസ്റ്റോ സമൺ. അപ്പോൾ അവരുടെ അടുത്ത് PS മോർഗൻ ചോദിച്ചു, ഐ ഐഡന്റിഫൈ ആസ് എ, പുള്ളിക്കാരൻ വെള്ളക്കാരനാണ്, ഐ ഐഡന്റിഫൈ ആസ് എ ബ്ലാക്ക് വുമൺ, ഡു യു അക്സെപ്റ്റ് ഇറ്റ്? അല്ലെങ്കിൽ ഈ ക്യാറ്റ് ഫോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ, ഇതൊക്കെ US വളരെ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പിള്ളേരെ വരെ ഡ്രാഗ് ക്വീൻസ് എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് വേഷം കെട്ടി അങ്ങനെ കാണിക്കുക. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ഇത് എടുക്കാൻ എനിക്ക് തോന്നുന്നത് കേരളത്തിലാണ് പോലെ ഒരുപാട് ട്രെൻഡ് വരുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു റീൽ കണ്ടിരുന്നു. അതിൽ കേരളത്തിലെ 14 ജില്ലകളിലും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഹോമോസെക്ഷൽസ് അല്ല LGBTQ അനുപാതമുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് മലപ്പുറമാണ്. 30% മലപ്പുറമാണ്. ബാക്കി എനിക്ക് അറിയില്ല, ഒരു 9% സംതിങ്. ബാക്കി എനിക്ക് അറിയില്ല. എല്ലാരും കോഴിക്കോടിനെ എങ്ങനെ കളിയാക്കുമല്ലോ, തേർഡോ ഫോർത്തൊക്കെ ഉള്ളു കോഴിക്കോട്. കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊരു പയ്യന്റെ ഒരു യൂട്യൂബ് കറക്റ്റ് ആണോന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ കണ്ടു. ശരിയാണെങ്കിൽ ലൈക്ക് മലപ്പുറം എന്താ മലപ്പുറം ഒന്നാമത് ജനസംഖ്യ കൂടുതലുള്ള ജില്ലയാണ്. നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിപ്പം ഫുള്ള്. പക്ഷെ മലപ്പുറത്ത് ഉണ്ട് ഒരുപാട് പേര്, അവരിപ്പോ പുറത്തേക്ക് വരായിയാണ്. അവർക്ക് ഇതിനോട് ഞാൻ പറയുമ്പോൾ ബൈസെക്ഷൽ എന്ന് പറയാം, അങ്ങനത്തെ ആൾക്കാർ കുറേ ഉണ്ട്. ലൈക്ക് അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഒരു ഇൻലെസ് ആയിട്ട് കണക്ക് കൂടുന്നു. എൻ്റെ ഒരു ഇതാണ് തോട്ടാണേ. ഇപ്പം ഈ ഒരു ഇത്രയും ഒരു ഇത് വന്നപ്പം ഞാൻ ചിന്തിച്ചതാണ്. സിബിൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു മെൻ്റൽ ഇൽനെസ് ആണ്, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ വരുമ്പോഴത്തേനും താളം തെറ്റിപ്പോകുന്ന ഒരു മാനസികാവസ്ഥ. ഓക്കെ, അത് അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിലോ ചെന്ന് പെടുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ കൂടുതൽ ഇടപെടുമ്പോഴോ വല്ലതും ഉണ്ടായി പോകുന്ന ഒരവസ്ഥ ആയിരിക്കാം. ആ ഒരു നിമിഷം താളം തെറ്റുന്ന ചിന്താഗതിയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ബോഡി ഇപ്പം മെയിൽ ജെനിറ്റൽ ഓർഗനും അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗനുമായിട്ട് അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഓൾറെഡി ഈ 2 ജെൻഡർ അല്ലാതെ വേറെ ഒരു ജെൻഡറും കൂടെ വരേണ്ടതല്ലേ? വേറെ ഉണ്ട്, ആക്ച്വലി ഉണ്ട്. ബട്ട് ഈ ഇപ്പം നടക്കുന്ന ഒരു ഈ പ്ലസ് ഉണ്ടല്ലോ, LGBTQ, അത് നിൽക്കുന്നില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്താ വെച്ചാൽ, ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, പക്ഷേ അതിനൊക്കെ ഈ ലോബീസ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗേ ആയ ഒരാൾ ആംസ്റ്റർഡാമിലൊരു ഹോസ്പിറ്റൽ തുടങ്ങി. ഈ പുള്ളിക്കാരെ ഇനി ഗേ ആയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. നെതർലാൻഡ്സിൽ നല്ല ഗേ ആയ ആൾക്കാരുണ്ട്, പക്ഷേ അതിനെ ഈ ലോബി ക്ലോസ് ചെയ്തു. അയാൾക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു അതിൻ്റെ, അതിനെ ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇത് പറ്റില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ദേ ആർ ടു പവർഫുൾ നൗ.
അങ്ങനെ പറയാം. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്ക് പ്രശ്നമുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇനി ഒരു ജനറേഷൻ വരും. നിങ്ങളന്ന് സിബിൻ്റെ പേരക്കുട്ടികളോടൊക്കെ നിന്റെ മുത്തശ്ശൻ അന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്നേക്കാം, മനസ്സിലായോ? പക്ഷെ നമ്മൾ ഈ സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കണം അന്ന് നിന്നാൽ. അതെ 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 ഞാനും ഇതിനെപ്പറ്റി തുടക്ക സമയത്ത് ഇതിനെപ്പറ്റി വലിയ രീതിയിൽ തന്നെ ചിന്തിച്ചതാണ്. പിന്നെ പണ്ട് ഈ ഫ്ലാഗൊക്കെ കാണുമ്പോൾ നമുക്കിത് ഓക്കെ അതൊരു രസമാണ്, അവരവരെ രീതിയിൽ ജീവിച്ചോട്ടെ എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളും അജണ്ടാസൊക്കെ മനസ്സിലാവുമ്പോഴാണ് അല്ല അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ആർക്കും ഹാമില്ലാത്ത രീതിയിൽ ജീവിച്ച് പോകുന്നതിനോടൊരു കുഴപ്പമില്ല. പക്ഷേ ഇൻജക്ട് ചെയ്ത് ബാക്കിയുള്ളവരും ഈ ഇതിൽ വരണം, ബാക്കിയുള്ളവരും ഇത് ഫോളോ ചെയ്താൽ മതി എന്തെങ്കിലൊരു കാര്യം വരുമ്പോഴാണ് നമ്മളൊക്കെ അതിനെ ഡിസഗ്രി ചെയ്യണത്. അതെന്താവട്ടെ. അപ്പം ഇനി നമുക്ക് നമ്മളിപ്പോൾ കൂടുതൽ ഞാൻ സിബിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട അന്ധവിശ്വാസങ്ങളായിരുന്നു. പക്ഷേ സിബിനെ ആ ഫ്ലോയിൽ അങ്ങനെ കൊണ്ടുപോയി. സിബിനെ നല്ല ഇൻട്രസ്റ്റഡ് ആയ ഒരാളായതുകൊണ്ട് പോഡ്കാസ്റ്റ് അങ്ങനെ ഞാനും കേട്ടിരുന്ന് സിബിൻ്റെ ഫ്ലോയിൽ ഞാനോട് പോയി. അപ്പോൾ എന്തായാലും സിബിനെ നമ്മൾ നിഷിനേജ് വയനാടിൻ്റെ ആ കാര്യം പറഞ്ഞപ്പോൾ നിഷിനെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അതൊന്ന് ആൾക്കാരറിയണം എന്നുണ്ട്, എനിക്ക് അറിയിക്കണം. മറ്റേ ആ ഒരു സ്റ്റഡി പറഞ്ഞിരുന്നില്ലേ, ഈ ഗാർഗിൾ സ്റ്റഡി എന്താണ് സംഭവം പറഞ്ഞത്, പുറത്തുവിട്ടത്? അത് എല്ലാവർക്കും അറിയാം ബേസിക്കലി. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ന്യൂസിൽ വന്നു പോയത്, ന്യൂസ് വാല്യൂ ഇല്ലാത്തൊരു സംഭവം മാറിയത് 2011 ഈ മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പാനലുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാണ് പൊതുവെ അത് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് അതിൽ വലിയ റിപ്പോർട്ടാണ്, പക്ഷെ അത് സിമ്പിളായിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് ബേസിക്കലി പറയണം എന്നുള്ളത് സിമ്പിളായിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അവർ 2011 സ്റ്റഡി നടത്തിയിട്ട് അവർ അന്നേ പറയുന്നുണ്ട് വെസ്റ്റേൺ ഗഡ്സിന് താഴെയുള്ള കേരളം, ഈ വെസ്റ്റേൺ ഗഡ്സ് ഭാഗം, അതായത് ഏതൊക്കെ ഭാഗം വരും? വയനാട്ടിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, ഇങ്ങനെ വെച്ച് നമ്മുടെ പെരിന്തൽമണ്ണ, തിരൂർ, ആലപ്പുഴ, പല ഏരിയാസ് അവർ പറയുന്നുണ്ട്. ഈ ഏരിയാസിലൊക്കെ ലാൻഡ് സ്ലൈഡ്സ്, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും. ഇതിന് ഇപ്പം തന്നെ ഉരുൾപൊട്ടൽ വരും. ഇതിനുള്ള ആക്ഷൻസ് എടുക്കണം എന്ന് 2011 ഇറങ്ങിയ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ബേസിക്കലി അന്ന് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റേൺ ഗഡ്സിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഈ ഏരിയാസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് Zone 1, Zone 2, ഇങ്ങനെ എൻവയോൺമെൻറ്റൽ ഏരിയ Zone 1, Zone 2 ആക്കി തിരിക്കണം, പല ഏരിയാസ് ആക്കി തിരിക്കണം. ഓരോ സോണിലും എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നടത്താൻ പാടുള്ളൂ. Zone 1 തീരെ പാടില്ല, Zone 2 ഇത്ര കാര്യങ്ങളൊക്കെ പറ്റും. ഇങ്ങനെ ഒരു രീതിയിൽ ഇതിനെ മാറ്റി തിരിച്ച് ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കേരളം വൻ ദുരിതത്തിലേക്ക് പോകും എന്ന് വാൺ ചെയ്ത റിപ്പോർട്ടാണിത് 2011. ഇതിന് വ്യക്തമായ റീസൺ അവർ പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വയനാട് ടൂറിസം മേഖലയാണ്. വയനാട് എന്താ പറയുക, ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി, അതായത് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി. അപ്പോൾ ഇതിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ, ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അത് ഈ നേച്ചർ ഭയങ്കര സെൻസിറ്റീവാണ്. അതായത് നമ്മളെ അതിനോട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ആ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ തന്നെ സെൻസിറ്റീവ് പാർട്സ് ഉണ്ട്. അപ്പോൾ അത്രയും സെൻസിറ്റീവായ ഏരിയാസ് ആയതുകൊണ്ടാണ് അവിടെ Zone 1 ആക്കണമെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്മെൻറ്റ്, ആൾക്കാർ ട്രിപ്പ് പോണത്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷന്. ഇപ്പോൾ വയനാട് ഒരുപാട് റിസോർട്ടുകളുണ്ട്. വയനാട്, മാനന്തവാടി, ഇങ്ങനത്തെ ഏരിയസ് റിസോർട്ടുണ്ട്. ഈ റിസോർട്ടുകളിൽ ഒരു 80% റിസോർട്ടും അവിടുത്തെ റിസോർട്ട് ആവില്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ അല്ലേ. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ അയാൾക്കൊരു ബിസിനസ് തുടങ്ങണം, റിസോർട്ട് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ വന്ന് സ്ഥലം വാങ്ങി റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും 80% ഓഫ് ആൾക്കാരുടെയും ആ നാട്ടുകാരുടേത് അല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ റിസോർട്ടുകളും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടുകാരുടെ അല്ല, നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരൊന്നും ബിസിനസ്. അപ്പോൾ അവർക്ക് ആ നാട് നോക്കണം എന്നില്ല, അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. അതിനിപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ആ കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അത്രയും വ്യക്തമായി പറയുന്നുണ്ട്, Zone 1 തീരെ കൺസ്ട്രക്ഷൻ കുറക്കണം പാടില്ല, കാരണം അത്രയും സെൻസിറ്റീവാണ്. ഇപ്പോൾ നമ്മളൊരു കോറിയിൽ മണ്ണ് ഇപ്പം വെട്ടല് കോറിയാണ് നമ്മളവിടെ കൂടുതലുള്ളത്, പാറ പൊട്ടിക്കുന്ന കോറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കോറികളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മണ്ണ് എടുക്കുമ്പോഴും മണ്ണ് മാന്തുമ്പോഴും ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ വേണ്ടി മണ്ണ് മാന്തുമ്പോഴും അതിനൊക്കെ ഒരു രീതി, ഇതിനൊക്കെ അത്രയും ശ്രദ്ധിക്കണം, സെൻസിറ്റീവ് ആണ് എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എന്താ വെച്ചിട്ട് നമ്മളെ നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ നല്ല പൈസ NRI വരുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല പൈസ ഉണ്ടാക്കിയിട്ട് കോടികൾ ബാങ്കിൽ വെറുതെ കിടക്കുന്ന ആൾക്കാർ
ഒരാളടുത്ത് ചോദിക്കുകയാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ടോപ്പ് 5 ഒരു 5 കാര്യങ്ങൾ ഒരു സാധാരണ പൈസ ഉണ്ടാക്കിയ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം വയനാടാണ്. ഒരു റിസോർട്ട് തുടങ്ങിയിട്ട് വയനാട് നമ്മൾ അല്ലെങ്കിൽ മൂന്നാർ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സക്സസ് ആണ് ടൂറിസം. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട് വയനാടല്ല, ഇത് മൂന്നാർ, ഇടുക്കി. അതെ, നിങ്ങളെ പൈസ പറഞ്ഞതാണ്. കോടിപതികളായ നിങ്ങളെ പിന്നെ പണക്കാരായ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് റിസോർട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഓണർഷിപ്പ് ഉണ്ടാവും വയനാടോ മൂന്നാറോ. അപ്പോൾ അതാണ് ബേസിക്കലി. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു മാനദണ്ഡങ്ങളും ഇല്ലാണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുകയല്ല. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഏരിയാസിൽ നമ്മളത് ലിമിറ്റ് ചെയ്യുന്നേ വേണം. ലിമിറ്റ് ചെയ്യേണ്ടടുത്ത് ചെയ്യുന്നേ വേണം. അല്ലാതെ ഡെവലപ്മെൻറ്റിനെതിരെ നിൽക്കുന്ന ഒരാളായിട്ട് മുദ്ര കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഡെവലപ്മെൻറ്റിനെതിരെ നിൽക്കുന്നതാണ് ഇവർ, അല്ലെങ്കിൽ ഇന്ന ടീം ഇവർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല, നാട് വളരൂല, നാട് വികസിക്കൂല എന്ന് പറഞ്ഞ കാര്യമില്ല. ഇങ്ങനെ വികസിച്ചിട്ട് എന്താ കാര്യം? പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള വികസനം. 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ വയനാട്ടിൽ. അവിടെ പണ്ട് അവിടെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് അധികം ശബ്ദങ്ങളൊക്കെ വീടിൻ്റെ ശബ്ദങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിരുന്ന ഒരു സ്ഥലമാണ്. നല്ല സൈലൻ്റ് ആയിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ടൂറിസം കണ്ട് വന്നിട്ട് ബിൽഡിങ്സും പിന്നെ റിസോർട്ട്സും ആ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ കുറേ സംഭവങ്ങൾ പല രീതിയിലുള്ള റിസോർട്ട്സൊക്കെ വന്ന് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയാലും. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ എല്ലാം അതൊന്നും പുറത്തുനിന്നുള്ള ആൾക്കാർ അവരവിടെ സ്റ്റേ ചെയ്യുന്നില്ല. മനസ്സിലായോ? അങ്ങനെ വയനാടിൻ്റെ പല ഏരിയാസിലും ഇത് നടക്കുന്നുണ്ട്. അതെ. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഈ റിപ്പോർട്ട് ഇപ്പോൾ നമ്മളെ പോഡ്കാസ്റ്റിന് കുറച്ച് മുമ്പേ ഇങ്ങനെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ അതിൽ പറയുന്നവർ ഇപ്പോൾ ഈ സുൽത്താൻ ബത്തേരി മാനന്തവാടിയൊക്കെ സോൺ 1 ആണ്, അത്രയും സെൻസിറ്റീവ് ആയിട്ട് ഏരിയയാണ്. പിന്നെ ഞാൻ രണ്ടാമത് കണ്ട സോൺ കണ്ടിട്ടാണ് ഞെട്ടി. അതായത് നമ്മളെ പെരിന്തൽമണ്ണ, തിരൂരൊക്കെയാണ് സോൺ 2 വരുന്നത്. അതായത് കൺസ്ട്രക്ഷൻ്റെ ഒരു ലിമിറ്റേഷനാണ് പറയുന്നത്. മത്സരം ജില്ലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അമിത്ഷാ എന്തോ പ്രതികരിച്ചായിരുന്നു അല്ലേ, കേരളം അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ റിപ്പോർട്ടിനെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ ഉണ്ടാണ് കണ്ടത്. ഈ ഒരു ഇത് ദുരന്തം വരുന്നു എന്ന് പറഞ്ഞ് അറിയിച്ചതാണ്, പക്ഷേ അവഗണിച്ചു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഞാനിവിടെ കണ്ടു ഇന്ന്. അല്ല, ഇതിനും വലുതാണ് ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ. നമ്മൾ സംസാരിച്ച നിൽക്കില്ല. ഏതായാലും നോക്കില്ല സിബിനെ ഞങ്ങളെ കൂടെ വന്ന് ജോയിൻ ചെയ്തതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന്. പിന്നെ ഇനിയും നമുക്ക് ഇരിക്കണം എപ്പിസോഡ്. പിന്നെ ഞങ്ങൾ ഇതിൽ പറഞ്ഞ കുറേ റിലീജിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻസിനെ കുറിച്ചായാലും മുസ്ലിംസിനെ കുറിച്ചായാലും ഹിന്ദുസിനെ കുറിച്ചായാലും. അപ്പോൾ അതൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതിൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമന്റിലോ അല്ലെങ്കിൽ പേഴ്സണലോ മെസ്സേജ് അയക്കുക. പിന്നെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എൻ്റെ അനുഭവത്തിലും ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ തന്നെ പഠിച്ച് നോക്കിക്കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെല്ലാവരും സംസാരിച്ചത് നമ്മുടെ ഓരോ ജീവിതം. അതേപോലെ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പുള്ളിക്കാരൻ ഒരുപാട് നല്ല രസമുള്ള വീഡിയോസ്, ഇൻ്റർവ്യൂസ്, DJ പരിപാടിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് ഐ ആം ദ സൂപ്പർമാൻ 5. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ സിബിനെ താങ്ക്സ് ഫോർ മൈ പ്ലഷർ. ഓക്കെ.